ഓം ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനി വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവസിഖാതാപസംഭജ്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോ മൂർത്തിശ്ചരതി ഭുവനി ശങ്കരാചാര്യരൂപ. ശംഭോ മൂർത്തിശ്ചരതി ഭുവനി ശങ്കരാചാര്യരൂപ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുപ്രഭാതം, ശുഭദിനം. നമ്മുടെ ശങ്കരസ്തോത്ര തരംഗിണി പരമ്പരയിലെ 21-ാം ദിവസമായിട്ടുള്ള ഇന്ന് വ്യാഖ്യാന സെഷനാണ്. സൗന്ദര്യലഹരിയുടെ 11-ാം ദിവസമാണെന്ന്. സൗന്ദര്യലഹരി ഇന്നലെ വരെ 24 വരെയുള്ള ശ്ലോകങ്ങൾ വായിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് 1-ാമത്തെ ശ്ലോകവും 18 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങളും വായിക്കാൻ പോകണം. എന്നിട്ട് 25 മുതൽക്കുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനം തുടരാം. അപ്പോൾ ആദ്യം 1-ാം ശ്ലോകം, പിന്നെ 18 മുതൽ 24 വരെ. ശ്രീ മഹാദേവ്യൈ നമഃ. ശിവശക്ത്യാ യുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും ന ചേദേവം ദേവോ ന ഖലു കുശലഃ സ്പന്ദിതുമപി അദസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ ധർമ്മകൃത പുണ്യഃ പ്രഭവതി. 18-ാം ശ്ലോകം. തനുച്ഛായാവിസ്തേ തരുണതരണി ശ്രീ സരണിഭിഃ ദിവം സർവാമുർവീം അരുണിമനിമഗ്നാം സ്മരതിയഃ ഭവന്ത്യസ്യത്രസ്യദ്വനഹരിണശാലീനനയനാഃ സഹോർവശ്യാവശ്യാഃ കതി കതി ന ഗിർവാണഗണികാഃ. മുഖം ബിന്ദും കൃത്വാ കുചയുഗമധസ്തസ്യ തദോ ഹരാർദ്ധം ധ്യായേദ്യോ ഹരമഹിഷിതേ മന്മഥകലാം. സ സദ്യഃ സംക്ഷോഭം നയതി വനിതാ ഇത്യതിലഘു ത്രിലോകീമപ്യാശുഭ്രമയതി രവീന്ദുസ്തനയുഗാം. കിരന്തീമംഗേഭ്യഃ കിരണനികുറുംബാമൃതരസം ഹൃദി ത്വാമാധത്തെ ഹിമകരശിലാമൂർത്തിമിവ യഃ
സസർപ്പാണാം ദർപ്പം ശമയതി ശകുന്താദിവൈവ ജ്വരപ്ലുഷ്ടാൻ ദൃഷ്ട്യാ സുഖയതി സുധാധാരസിരയാ തട്ടില്ലേകാ തന്വീം തപനശശി വൈശ്വാനരമയീം നിഷണ്ണാം ഷണ്ണാമപ്യുപരി കമലാനാം തവ കലാം മഹാപദ്മാടവ്യാം മൃദിതമലമായേന മനസാ മഹാന്തഃ പശ്യന്തോ ദദതി പരമാഹ്ലാദലഹരീ ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിരസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം ത്വയാ ഹൃത്വാ വാമം വപുഃ അപരിതൃപ്തേന മനസാ ശരീരാർദ്ധം ശംഭോഃ അപരമപി ശങ്കേ ഹൃതമഭൂത് യദേതത്ത്വദ്രൂപം സകലമരുണാഭം ത്രിനയനം കുജാഭ്യാമാനമ്രം കുടില ശശിചൂഡാലമകുടം ജഗൽ സൂതേ ധാതാ ഹരിരവതി രുദ്രക്ഷപയത്തെ തിരസ്കുർവന്നേതൽ സ്വമപി വപുരീശസ്തിരയതി സദാ പൂർവഃ സർവം തദിദമനുഗൃഹാതി ച ശിവഃ തവാജ്ഞാമാലംബ്യ ക്ഷണചലിതയോർഭ്രൂലതികയോഃ. ഇതുവരെയാണ് ഇന്നലെ കണ്ടതായിട്ടുള്ള ശ്ലോകങ്ങൾ. അതിൽ ഇന്നലെ കണ്ട ഭാഗം 21 മുതൽ 24 വരെയാണ്. അതിനു മുമ്പ് 15 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങളിൽ സരസ്വതീ ഭാവത്തിലുള്ളതായിട്ടുള്ള ദേവി ഉപാസനയെയും അങ്ങനെ ഉപാസിക്കുമ്പോൾ ആ ഉപാസകനുണ്ടാവുന്ന ദേവിയുടെ ആ അനുഗ്രഹം കൊണ്ട് അവനുണ്ടാവുന്ന കവിത്വം, പാണ്ഡിത്യം, ബുദ്ധിസാമർഥ്യം, അങ്ങനെയുള്ള വാക്പടുത്വം മുതലായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം അവന്റെ എന്താ പറയുക, ശരീര സൗന്ദര്യവും മറ്റൊക്കെ ഉർവശി മുതലായിട്ടുള്ള ദേവസ്ത്രീകൾ പോലും ഭ്രമിച്ച് അവന്റെ പുറകെ വരും എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം 21 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങളിൽ ദേവിയെ ആ കുണ്ടലിനീ ശക്തിയായി തട്ടില്ലതാ സമരുചി ഷഡ്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തു തനീയസി എന്നുള്ള ആ ശ്ലോകങ്ങളിൽ ആ നാമങ്ങളിൽ പറഞ്ഞതുപോലെയുള്ള രീതിയിൽ ദേവിയെ തടില്ലേകാ തന്വിയായി തപന ശശി വൈശ്വാനരമയിയായി ഷണ്ണാമപി കലാനാം ഉപരി നിഷണ്ണാം തവ കലാം മഹാപത്മാടവ്യാം യേ മഹാന്തഃ പശ്യന്തി. ഏത് മഹാത്മാക്കളാണോ ദേവിയെ ഇങ്ങനെയുള്ള ആ സഹസ്രാരദള പത്മത്തിന്റെ മുകളിൽ മിന്നൽ കൊടി പോലെ വിലസുന്നതായിരിക്കുന്ന ദേവിയെ ശുദ്ധ ഹൃദയന്മാരായിട്ടുള്ള ഏത് മഹാത്മാക്കളാണോ കാണുന്നത് അവര് പരമാഹ്ലാദ ലഹരിയും ദദതി എന്ന് പറഞ്ഞു. ആ പരമാനന്ദ ലഹരിയെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ മോക്ഷാനന്ദം തന്നെ അവർ പ്രാപിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ ദേവി മുമ്പേ പറഞ്ഞ ശ്ലോകങ്ങളിലൂടെ സർവ ഐശ്വര്യങ്ങളും കൊടുക്കുന്നു. വാക്പടുത്വം, പാണ്ഡിത്യം മുതലായ ഐശ്വര്യം, അതുപോലെ ശാരീരിക യൗവന സൗന്ദര്യാദികള്, ധനാദികള്, ഇങ്ങനെയുള്ള സർവ ഐശ്വര്യങ്ങളും കൊടുക്കുന്നതിന് പോലെ ഇവിടെ മോക്ഷവും കൊടുക്കാൻ ദേവി സന്നദ്ധയാണ്. ഈ രീതിയിൽ ദേവിയെ ഉപാസിക്കുന്നതായിട്ടുള്ള സജ്ജനങ്ങൾക്ക് ദേവി മോക്ഷദാതാവായിരിക്കുന്നു, പരമാഹ്ലാദ ലഹരിയെ അവർ ധരിക്കുന്നു എന്ന് പറഞ്ഞു. ആ മോക്ഷം എത്ര ക്ഷിപ്രമായിട്ടാണ് ദേവി കൊടുക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിരുന്നു 22-ാമത്തെ ശ്ലോകം. ഭവാനി ത്വം ദാസേമയി വിതര ദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചന്. അല്ലയോ ഭവാനി, ദാസനായ എന്നിൽ
കരുണയോടുകൂടിയ ദൃഷ്ടിയെ ഒന്ന് പതിപ്പിച്ചാലും എന്ന് പറയാനായിക്കൊണ്ട് ഒരു ഭൃത്യൻ, ഒരു ഭക്തൻ ഭഗവതിയുടെ മുമ്പില് ഭവാനി ത്വം എന്ന് 2 വാക്കുകൾ പറഞ്ഞാൽ മതി. ബാക്കിയുള്ള ദാസേമയി എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ല. ഭവാനി ത്വം എന്ന് പറഞ്ഞപ്പോഴേക്കും ദേവി അതിനെ ഏത് രീതിയിലെടുക്കും? ത്വം ഭവാനി, ഞാൻ ദേവിയായി ഭവിക്കുമാറാകട്ടെ. ഭവാനി എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, പറഞ്ഞു തന്നു. ക്രിയാപദം ആയിട്ടെടുക്കുന്നോടെ ഭൂ എന്നുള്ള ധാതുവിന്റെ ലോട്ട് ഉത്തമ പുരുഷൻ ഏകവചനം എന്നുള്ളതായിട്ടുള്ള പറഞ്ഞാൽ ഞാൻ അതായി തീരട്ടെ എന്നുള്ള അർത്ഥമായി തീരണോടെ ഭവാനി എന്ന് പറയുമ്പോ ത്വം എന്നും കൂടി പറഞ്ഞപ്പോഴോ മേ ഐ ബിക്കം യു എന്നായി ഭവാനി ത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും. അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ദാസനാവാം അമ്മയുടെ എന്ന് പറയാനാണ്, അല്ലെങ്കിൽ ദാസനായ അമ്മയുടെ ദാസനായ എന്റെ നേർക്ക് അമ്മയുടെ കരുണാ കടാക്ഷം ഒന്ന് പൊഴിയൂ എന്ന് പറയാനാണ് പുറപ്പെട്ടത്. പക്ഷെ പറഞ്ഞതിൽ 2 വാക്കേ പറഞ്ഞുള്ളൂ, ഭവാനി ത്വം എന്ന്. അപ്പോഴേക്കും തന്നെ ദേവി പ്രസാദിച്ചു കഴിഞ്ഞു, അനുഗ്രഹിച്ചു കഴിഞ്ഞു. എന്തനുഗ്രഹിച്ചു കഴിഞ്ഞു? നിജ സായുജ്യ പദവിയും ദദാതി എന്നാ പറഞ്ഞ ദിശസീന. തന്റെ തന്നെ ആ സായുജ്യ പദവിയെ, തന്റെ ഐക്യത്തെ കൊടുക്കുന്നു, താനായി തീരുന്ന ഒരവസ്ഥയെ കൊടുക്കുന്നു. ദേവി തന്റെ തന്നെ പദവിയെ കൊടുക്കുന്നു. അത് ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ മുതലായവരൊക്കെ നമസ്കരിക്കുന്ന, അവരുടെ കിരീടങ്ങളെ കൊണ്ട് പാദങ്ങളിൽ നീരാജനം ചെയ്യുന്ന, ആ കിരീടത്തിലെ രത്നങ്ങൾ ദീപാരാധന പോലെ ദേവിയുടെ പാദങ്ങളിൽ എങ്ങനെയാണോ എന്ന് നമസ്കരിക്കുന്നത്, അതുപോലെ ഈ ഭക്തനും ദേവിക്ക് തുല്യനായി തീർന്ന് ആ ഭക്തന്റെ പാദങ്ങളിൽ ഇന്ദ്രാദി ദേവന്മാരുടെ കിരീടങ്ങൾ കൊണ്ട് നീരാജനം ചെയ്യുന്നതായിട്ടൊരവസ്ഥയെ എന്ന് പറഞ്ഞാൽ ആ സായുജ്യ പദവിയെ തന്നെ ദേവി കൊടുക്കുന്നു എന്ന് 22-ാം ശ്ലോകത്തിലും 23-ാമത്തെ ശ്ലോകത്തില് ശങ്കരാചാര്യ ഒരു കുസൃതി പ്രയോഗിച്ചതാണ്. അല്ലെങ്കിൽ ദേവിയെ ധ്യാനിച്ച് ആദ്യം മഹാദേവനും അർദ്ധശരീരം ഉണ്ടായിരുന്നു, അർദ്ധനാരീശ്വരന്മാരായിട്ട് ധ്യാനിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ദേവിയെ ധ്യാനിച്ച് ദേവിയുടെ അരുണാഭ, മഹാദേവന്റെ ആ എന്താ പറയുക ഗൗരവർണ്ണത്തെ, വെളുപ്പ് വർണ്ണത്തെ, ശുഭ്രവർണ്ണത്തെ മുഴുവൻ ആകിരണം ചെയ്ത് ഇപ്പൊ ദേവിയുടെ അരുണാഭ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ഇപ്പൊ ഞാൻ ദേവിയുടെ രൂപം മാത്രമേ കാണുന്നുള്ളൂ. 2 സ്ഥലങ്ങളോടുകൂടി അല്പം മുമ്പോട്ട് വളഞ്ഞതായിട്ടുള്ള ആ ഒരു സ്ത്രീ രൂപമാണ്, ദേവിയുടെ രൂപമാണ് ഞാനിപ്പോ കാണുന്നത്. പിന്നെ അവിടെ മഹാദേവൻ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാനായിക്കൊണ്ട് 2 ലക്ഷണം. ഒന്ന് ആ ചന്ദ്രകലയും മറ്റൊന്ന് മുക്കണ്ണും. അത് 2ഉം കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത്, അല്ല ആ മുക്കണ്ണൻ എവിടെ പോയി, ആ ചന്ദ്രകലാധരൻ എവിടെ പോയി എന്ന്. 2 പേരെയും ദേവി തന്നിലേക്ക് അങ്ങോട്ട് ലയിപ്പിച്ചു, ആകിരണം ചെയ്തു. അല്ല 2 പേരല്ല, അവിടെ തന്റെ പത്നിയെ. അപ്പോ പകുതി ശരീരം കിട്ടിയത് പോരാതെ മുഴുവൻ ശരീരത്തെയും അമ്മ അപഹരിച്ചെടുത്തു എന്നാ തോന്നണ എന്നാ പറയണത് ഇവിടെ. അതാണ് ത്വയാ ഹൃത്വാ വാമം ബഭു അപരിതൃപ്തേന മനസ ശരീരാർദ്ധം ശംഭോർ അപരമപി ശങ്കേ ഹൃതമഭൂത്. ഹരിച്ചതായിട്ട് ഞാൻ ശങ്കിക്കുന്നു, ഐ ഡൗട്ട്. ഭഗവാന്റെ മറ്റേ പാതിയും കൂടി അപഹരിച്ചെടുത്തു ഇല്ലേ എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്ന്. അപ്പൊ അതിന്റെ ലക്ഷണങ്ങളാണ് അതിന്റെ 3ഉം 4ഉം വരികളിൽ പറഞ്ഞത്. ഈ രൂപം മുഴുവൻ സകലം അരുണാഭമായിരിക്കുന്നു, ത്രിനയനമുണ്ട്, കുജങ്ങളെ കൊണ്ട് ആനമ്രമാണ്, എന്നാൽ കുടില ശശി ചൂടാല മകുടത്തിലുണ്ട്, ചന്ദ്രകലയുണ്ട് ആ മകുടത്തില്. അതുകൊണ്ട് മഹാദേവന്റെ ഒരു ലക്ഷണം അവിടെ കാണുന്നുണ്ട്. പിന്നീട് 24-ാമത്തെ ശ്ലോകത്തില് ദേവിയുടെ മഹിമയെ, ദേവി പഞ്ചകൃത്യ പരായണ എന്ന് ലളിതാ സഹസ്രനാമം പറഞ്ഞല്ലോ. ആ ദേവി തന്നെയാണ് പഞ്ചകൃത്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ ചെയ്യിക്കുന്നു ആരെ നിമിത്തമാക്കിക്കൊണ്ട്? ഈ 5 പേരെയും നിമിത്തമാക്കിക്കൊണ്ട്. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നു, ജഗൽ സൂതേ ദാദാ, ദാതാവ് ജഗത്തിനെ പ്രസവിക്കുന്നു. ഹരിരവധി, ഹരിഹി അവധി, ഹരി അവനം ചെയ്യുന്നു. രുദ്രഹ ക്ഷപയതേ, രുദ്രൻ അതിനെ ക്ഷയിപ്പിക്കുന്നു. തിരസ്കുറുവന്നേതൽ സ്വമപി വപുർ ഈശസ്ഥിരയതി, ഈശൻ എന്ന് പറഞ്ഞ ഈശ്വരൻ 4-മൻ തിരോധാനം എന്നുള്ള പ്രവൃത്തി ചെയ്യുന്നു. ഈ 3 പേരെയും ജഗത്തിനെയും തന്നെയും തിരോധാനം ചെയ്തുകൊണ്ട് സദാശിവനിലേക്ക് ലയിക്കുന്നു പ്രളയകാലത്ത്. അത് കഴിഞ്ഞ് സദാശിവൻ മാത്രം ശേഷിക്കുന്നു പ്രളയകാലത്തും ദേവിയോടുകൂടെ. എന്നിട്ട് പിന്നീട് പ്രളയം കഴിയുമ്പോൾ ദേവിയുടെ ആജ്ഞ കിട്ടും. എങ്ങനെ കിട്ടും? ബ്രൂ
ഭംഗചലനം കൊണ്ട്, അതാണ് അവസാനം പറഞ്ഞത്, തവ ആജ്ഞാമാലംബ്യ ക്ഷണചലിതയോർ ഭ്രൂലതികയോഹോ. ക്ഷണചലിതങ്ങളായ ഭ്രൂലതികകളുടെ ആജ്ഞ കൊണ്ട് മഹാദേവൻ എന്ത് ചെയ്യണു? പിന്നെയും അനുഗൃഹാദി, അനുഗ്രഹം ചെയ്യുന്നു. സദാപൂർവനായ ശിവൻ എന്ന് പറഞ്ഞാൽ സദാശിവൻ. അപ്പോ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ സൃഷ്ടിസ്ഥിതി സംഹാരവും, ഈശ്വരൻ തിരോധാനവും, സദാശിവൻ അനുഗ്രഹവും ചെയ്യുന്നു. അങ്ങനെ 5 കൃത്യങ്ങൾ: സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഈ പഞ്ചകൃത്യങ്ങൾ ദേവി ചെയ്യുന്നത് ഈ 5 പേരിലൂടെയാണ്. തന്റെ വെറും കണ്ണുകൊണ്ടുള്ള ഭ്രൂഭംഗം അഥവാ പുരികക്കൊടിയുടെ ചലനം കൊണ്ട് മാത്രം, കാരണം ദേവിയുടെ പുരികക്കൊടിയും കണ്ണിന്റെ ചലനവുമെല്ലാം കാലത്തിന്റെ ചലനമാണ്. അപ്പൊ ആ ആജ്ഞ കൊണ്ട് തന്നെ ഈ 5 പേരെ കൊണ്ടും ദേവി ഈ പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരാദികളൊക്കെ ലീലയായിട്ട് ചെയ്യുന്നു. ദേവിക്ക് ഒരു എഫർട്ടും ഇല്ല ഈ ലോകത്തെ നടത്തിക്കൊണ്ടു പോകാൻ എന്ന് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ജഗദംബികയുടെ സർവ ഐശ്വര്യത്തെ, അധീശത്വത്തെ, എല്ലാറ്റിനും മുകളിലുള്ളതായിട്ടുള്ള ഭാവത്തെ സ്ഥാപിച്ചു. 24-ാമത്തെ ശ്ലോകം. ഇനി നമുക്ക് 25-ാമത്തെ ശ്ലോകം നോക്കാം. 24-നോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരാശയം തന്നെയാണ് 25-ലും. വായിച്ചിട്ട് പറയാം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹനമണിപീഠസ്യ നി. ഇവിടെ ദേവിയോട് പറയണം, അല്ലയോ അമ്മേ ജഗദീശ്വരി ശിവേ. ശിവേ എന്ന് വിളിച്ചിട്ട്, ഹേ ദേവി, തവ ചരണയോർ വിരചിതാ പൂജ, അമ്മയുടെ ചരണങ്ങളിൽ, പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടതായിട്ടുള്ള, വിരചിക്കപ്പെട്ടതായിട്ടുള്ള പൂജ. ത്രയാണാം ത്രിഗുണജനിതാനാം ദേവാനാം പൂജാ ഭവേത്. ത്രയാണാം ത്രിഗുണജനിതാനാം ദേവാനാം പൂജാ ഭവേത്. ത്രയന്മാരെന്ന് പറഞ്ഞാൽ 3 പേര് ത്രിഗുണജനിതന്മാർ. ആരാണ് ത്രിഗുണജനിതന്മാര്? സത്വം, രജസ്, തമസ് എന്നുള്ള 3 ഗുണങ്ങൾക്കനുസരിച്ച് 3 ലീലകളെ, 3 സൃഷ്ടി, സ്ഥിതി, സംഹാരാദികളെ ചെയ്യുന്ന ത്രിമൂർത്തികൾ എന്നർത്ഥം. അപ്പൊ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, ആ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കുള്ള പൂജയായി ഭവിക്കുന്നു. എവിടെ ചെയ്യുന്ന പൂജ? തവ ചരണയോർ യാ പൂജ വിരചിത. അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ ഏത് പൂജ ചെയ്യപ്പെടുന്നുവോ അത് ആ 3 പേർക്കുള്ള പൂജയുമായി തീരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ പൂജയുടെ ആവശ്യമില്ല എന്നിവിടെ കവി പറയുകയാണ്, ശങ്കരാചാര്യർ പറയുകയാണ്. ത്രിമൂർത്തികൾക്ക് പ്രത്യേകമായിട്ട് പൂജ ചെയ്യേണ്ട കാര്യം ഇല്ല. കാരണം ത്രിമൂർത്തികൾ ഇൻക്ലൂഡഡ് ആയി. എന്താ അവിടെ പറയണ്ട്? ആ 3-ാമത്തെ വരിയിൽ പറയണു, തദാഹി ത്വത്പാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാഹി ഏതേ ശശ്വന്മുകുളിത കരോത്തംസമകുടാഹ. ത്വൽപാദോദ്വഹന മണിപീഠസ്യ നികടേ സ്ഥിതാഹി ഏതേ. എന്തെന്നാൽ, ഞാൻ പറയുന്നതിന്റെ ന്യായം എന്തെന്നാൽ, ത്വൽപാദ ഉദ്വഹന മണിപീഠസ്യ, ത്വൽപാദം അമ്മയുടെ പാദങ്ങളെ ഉദ്വഹിക്കുന്ന, അമ്മയെ ചുമക്കുന്നതായിട്ടുള്ള മണിപീഠം എന്ന് പറഞ്ഞാൽ രത്നസിംഹാസനം, അതിന്റെ നികടേ സ്ഥിതാഹിയേതേ, അതിന്റെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവര്. എങ്ങനെ? ശശ്വൻ മുകുളിത കരോത്തംസ മകുടാഹ. ശശ്വത എപ്പോഴും, മുകുളിത കരോത്തംസ മകുടാഹ. ആ മുകുളിത കരം എന്ന് പറഞ്ഞാൽ കൈകളെ മുകുളമാക്കിയിട്ട്, മുകുളം എന്നാൽ പൂമൊട്ട്. അപ്പൊ പൂമൊട്ട് പോലെ, ഒരു താമരമൊട്ട് പോലെ കൂമ്പിച്ചതായിട്ടുള്ള കൈകളോട് കൂടിയിട്ട്, അത് ഉത്തംസത്തിൽ വെച്ചിട്ട്, ഉത്തംസം എന്നാൽ ശിരസ്. അപ്പൊ ഉത്തംസ മകുടാഹ, മകുടം എന്ന് പറഞ്ഞാലോ ശിരസ്, കിരീടവും. അപ്പൊ ഉത്തംസത്തിലെ കിരീടത്തോട് ചേർത്ത് ഇവർ അഞ്ജലീബദ്ധരായി നിൽപ്പുണ്ട്. ആര്? ഈ ത്രിമൂർത്തികൾ. എവിടെ? ദേവിയുടെ പാദങ്ങളിൽ. എന്ന് പറഞ്ഞാല് ദേവിയുടെ പീഠം തന്നെ ചുമക്കുന്നത് ആരാണ്? ഈ 4 പേരാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ, ഈശ്വരൻ. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, ഈശ്വരൻ. പിന്നീട് സദാശിവൻ പലകയായിട്ടും എന്ന് നമ്മൾ മുമ്പിലത്തെ ഒരു ശ്ലോകത്തിൽ കണ്ടു. പഞ്ചബ്രഹ്മാസനസ്ഥിത, അല്ലെ?
പഞ്ചബ്രഹ്മ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. അപ്പോൾ ദേവിയുടെ 4 പീഠത്തിന്റെ 4 കാലുകളായിട്ട് ആരിയ്ക്കുന്നു? ബ്രഹ്മ, വിഷ്ണു, രുദ്ര, ഈശ്വരന്മാരും പലകയായിട്ട് സദാശിവനും ഇരിക്കുന്നതുകൊണ്ട് അപ്പൊ കാലിന്റെ ഭാഗത്ത് ഈ ത്രിമൂർത്തികളുണ്ട്. അവര് പ്രത്യേകമായിട്ട് അഞ്ജലി കൂപ്പിക്കൊണ്ട്, കൈകൾ ശിരസിൽ കിരീടത്തോട് ചേർത്ത് വെച്ച് കൂപ്പിക്കൊണ്ട് ദേവിയുടെ പാതാരവിന്ദങ്ങളിൽ ഇരിക്കുന്നു, ദേവിയെ സേവിച്ചുകൊണ്ട്. അപ്പൊ ദേവിയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന പൂക്കളും മറ്റു പൂജകളും ഒക്കെ, ദേവിയുടെ പാദത്തിൽ വെള്ളം ഒഴിച്ചു എന്ന് വിചാരിക്കുക, അർഘ്യം സമർപ്പയാമി, പാദ്യം സമർപ്പയാമി എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ പാദങ്ങളിൽ വെള്ളം ഒഴിക്കുന്നത് മുഴുവൻ എവിടേക്ക് വീഴും? ഇവരുടെ ശിരസിലേക്കുള്ള അഭിഷേകമായിട്ട് തീരും. ദേവിയുടെ പാദങ്ങളിൽ അർച്ചിക്കുന്ന പൂക്കൾ ഇവരുടെ ശിരസിലാ ചെന്ന് വീഴുക, ഈ ത്രിമൂർത്തികളുടെ ശിരസിൽ തന്നെ വീഴും. അപ്പൊ ദേവിയുടെ പൂജയിൽ ത്രിമൂർത്തികളുടെ പൂജയും ഇൻക്ലൂഡഡ് ആയി. പിന്നെന്തിനാ എക്സ്ക്ലൂസീവായിട്ട് വേറൊരു പൂജ? ആവശ്യമില്ല എന്നർത്ഥം. അപ്പൊ ആ ഒരു എന്താ പറയുക, ദേവി ഭക്തന്മാർക്ക് ഭേദബുദ്ധി ഇല്ലാതാക്കുകയാണ്. വേറെ 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 ആയിട്ട് ഇനി ഓരോരുത്തരെയും പൂജിക്കേണ്ട കാര്യമില്ലാത്ത ഒരു ഏകാഗ്രതയിലേക്ക് ഉയർത്തി കൊണ്ടുവരികയാണ് ഈ മനസ്സിനെ. ദേവി ഉപാസനയിലൂടെ ഭേദബുദ്ധിയെല്ലാം പോയി എല്ലാവരും ദേവിയിൽ അന്തർഭവിച്ചിരിക്കുന്നു. ദേവിയെ പൂജിക്കുന്നത് കൊണ്ട് തന്നെ സർവദേവന്മാരും പ്രസാദിക്കുന്നു, എല്ലാവർക്കുമുള്ളതായിട്ടുള്ള പൂജയായിത്തീരുന്നു എന്ന് പറയും. അതായത് ഒരു സംസ്കൃത ഭാഷയിൽ ഒരു ചൊല്ലുണ്ട്, ഒരു ആനയുടെ കാലിന്റെ അടിയില്, കാൽപാദത്തിന്റെ അടയാളത്തില് മറ്റുള്ള എല്ലാ ജന്തുക്കളുടെയും കാലടികൾ ഉൾപ്പെട്ടു എന്ന് ഒരു ന്യായം. എന്ന് വെച്ചാല് ആനയുടെ കാലടയാളം കണ്ടിട്ടില്ലേ? വലിയ ഒരു റൗണ്ടില് ഒരു തൂണ് പോലെയുള്ളതായിട്ടുള്ള ആനയുടെ കാല് പതിച്ചു കഴിഞ്ഞാൽ ആ കാലടയാളത്തിൽ കൊള്ളാത്തതായിട്ടുള്ള വേറെ ഏതെങ്കിലും ജന്തുക്കളുടെ കാലടയാളം ഉണ്ടോ? ഏത് കരജന്തുക്കളായാലും അതിൻ്റെയൊക്കെ കാല് അതിൻ്റെ ഉള്ളിൽ കൊള്ളും. അപ്പൊ അതുപോലെ ആനക്കാലിൽ മറ്റുള്ള കാലുകളൊക്കെ ഉൾപ്പെടുന്നത് പോലെ ദേവീ പൂജയിൽ സർവദേവതാ പൂജയും ഉൾക്കൊണ്ടു. അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പരിഭ്രമവും കുറ്റബോധവും വേറൊരു എന്താ പറയുക ഭേദചിന്തയും ഒന്നും വേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ഒരു കുറവും വേണ്ട. ദേവി അങ്ങോട്ട് പൂജിച്ചോളൂ, എല്ലാ ദേവന്മാരും പ്രസാദിച്ചോളും. കാരണം ദേവിയുടെ പാദങ്ങളിൽ പൂജ ചെയ്തുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട്, കൈകൂപ്പിക്കൊണ്ട് ഈ ദേവന്മാരൊക്കെ സാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ ഇനി ഭയപ്പെടാനില്ല എന്നർത്ഥം. ത്രിമൂർത്തികളെ പൂജിച്ചില്ലല്ലോ എന്നുള്ള ശങ്ക ആർക്കും വേണ്ട. നിങ്ങൾ ദേവിയെ പൂജിക്കുന്നതോടുകൂടി ത്രിമൂർത്തികളുടെ പാദങ്ങളിലും അല്ലെങ്കിൽ ശിരസിൽ തന്നെ പൂജ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ നോക്കാൻ കൂടെ വായിക്കാം. ത്രയാണാം ദേവാനാം ത്രിഗുണജനിതാനാം തവ ശിവേ ഭവേത് പൂജാ തവ ചരണയോർയാ വിരചിതാ തദാ ഹി ത്വൽപാദോദ്വഹനമണിപീഠസ്യ നികടേ സ്ഥിതാ ഹ്യേതേ സസ്വന്മുകുളിതകരോത്തം സമകുടാഃ. കാര്യം മനസ്സിലായില്ലേ? ദേവി പൂജ കൊണ്ട് സർവദേവന്മാരും പ്രസാദിക്കുന്നു. സകല ദേവതാമയിയാണ് ദേവി എന്നർത്ഥം. ഇനി ദേവിയുടെ വേറെ ചില മഹിമകളെ പറയുന്നു. ദേവിയുടെ ഭർത്താവായിട്ടുള്ള മഹാദേവൻ, ഇവിടെ സദാശിവൻ എന്ന പേരിൽ, പ്രളയകാലത്തും സദാശിവന് മാത്രം നാശമില്ല. ബാക്കിയുള്ളവരെല്ലാം ആ ബ്രഹ്മപ്രളയകാലത്ത് സർവവും നശിക്കുന്നു. ബ്രഹ്മാവും ഇന്ദ്രനും യമനും കുബേരനും എല്ലാവരും നശിക്കുന്നു. പക്ഷേ മഹാദേവൻ മാത്രം ശേഷിക്കുന്നു. എന്തുകൊണ്ട്? ദേവിയുടെ ഭർത്താവായതുകൊണ്ട്, കെയർ ഓഫ്. കാരണം ദേവിക്ക് തൻ്റെ ഭർത്താവ് കൂടെ ഇരിക്കുന്നതാണ് ദേവിയുടെ സൗമംഗല്യത്തിന് ഹാനി വരാതിരിക്കാൻ. അപ്പൊ ദേവി സങ്കല്പിക്കുന്ന എൻ്റെ ഭർത്താവ് മാത്രം എൻ്റെ കൂടെ ഉണ്ടാവണം. ബാക്കിയുള്ളവരൊക്കെ ഇല്ലാതായാലും ആ സദാശിവൻ മാത്രം ശേഷിക്കുന്നു. അതാണ് ഇവിടെ നമുക്ക് നോക്കാം ശ്ലോകം. വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി
ഹരിരാപ്നോതി വിരതിം വിനാശം കീനാശോ ഭജതി ധനദോ യാതി നിധനം വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദൃശ മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ. ഇവിടെ മഹാസംഹാരേ, അസ്മിൻ സംഹാരേ എന്നാണ്. ആ സംഹാരകാലത്തിങ്കൽ, മഹാസംഹാരകാലത്തിങ്കൽ എന്നർത്ഥം. എന്ന് വെച്ചാലോ മഹാപ്രളയകാലത്തിങ്കൽ എന്നർത്ഥം. മഹാപ്രളയം എന്ന് പറഞ്ഞാൽ സർവവും ബ്രഹ്മാവ് അടക്കമുള്ളതായിട്ടുള്ള ദേവന്മാരൊക്കെ ലയിക്കുന്ന കാലം, മഹാസംഹാരം, മഹാപ്രളയം. അപ്പൊ ലോകം മുഴുവൻ ശൂന്യപ്രായമാകും. പക്ഷേ ദേവി ശേഷിക്കും. ദേവിയുടെ കൂടെ ദേവിയുടെ ഭർത്താവായിരിക്കുന്ന മഹാദേവനും ശോഭിക്കുന്നു, വിഹരിക്കുന്നു എന്ന് പറയണം. അപ്പൊ ബാക്കി ആരൊക്കെ പോകുന്നു? വിരിഞ്ചിഹി പഞ്ചത്വം വ്രജതി. വിരിഞ്ചിഹി, വിരിഞ്ചി ബ്രഹ്മദേവൻ, വിവിധമായതിനെ രചിക്കുന്നവൻ ബ്രഹ്മദേവൻ വിരിഞ്ചി. അദ്ദേഹം പഞ്ചത്വം വ്രജതി. പഞ്ചത്വം എന്ന് പറഞ്ഞാല് മരണം പ്രാപിക്കുന്നതിനെയാണ് പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയുക. പഞ്ചഭൂതങ്ങള് ചേർന്നതാണ് ഈ ലോകത്തിലുള്ള സർവ്വ വസ്തുക്കളും. അപ്പൊ അത് അഞ്ചായി വിഘടിച്ച് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്ന പ്രക്രിയയ്ക്ക് പേരാണ് പഞ്ചത്വം പ്രാപിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം 5 ഭൂതങ്ങളായി പിരിഞ്ഞു പോകുന്നത് കാണാം. നമ്മളിപ്പോ ദഹിപ്പിച്ചില്ലെങ്കിൽ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാലും ഇത് ജീർണിച്ച് അത് മണ്ണിൽ ചേരേണ്ടത് മണ്ണിൽ ചേരും, വെള്ളത്തിൽ ചേരേണ്ടത് വെള്ളത്തിൽ ചേരും, അഗ്നിയിൽ ചേരേണ്ടത് അഗ്നിയിൽ ചേരും, വായുവിൽ ചേരേണ്ടത് വായുവിൽ ചേരും, ആകാശത്തിൽ ചേരേണ്ടത് ആകാശത്തിൽ ചേരും. ഇങ്ങനെ പഞ്ചഭൂതങ്ങളിലേക്ക് അഥവാ സമഷ്ടി പഞ്ചഭൂതങ്ങളിലേക്ക് ഈ വെഷ്ടി ശരീരം ലയിച്ചു പോകുന്നത് കൊണ്ട് മരണത്തിനെ പഞ്ചത്വം പ്രാപിക്കുക എന്ന് പറയും. അപ്പൊ വിരഞ്ചിഹി പഞ്ചത്വം വ്രജതി. ബ്രഹ്മദേവൻ മരണം വരിക്കുന്നു, പ്രാപിക്കുന്നു. ഹരിരാപ്നോതി വിരതിം. ഹരിഹി വിരതിം ആപ്നോതി. ഹരിയും വിരാമത്തെ പ്രാപിക്കുന്നു. അദ്ദേഹവും പിൻവലിയുന്നു, അദ്ദേഹവും റിട്ടയർ ചെയ്യുന്നു. അങ്ങനെ ഒരു പോസ്റ്റ് ഇല്ലാതാവുന്നു. കാരണം പ്രപഞ്ചം ഉണ്ടെങ്കിലേ സ്ഥിതികർത്താവിന്റെ ആവശ്യമുള്ളൂ, അല്ലെ? കമ്പനി ഡിസോൾവ് ചെയ്താൽ പിന്നെ കമ്പനി മാനേജർക്ക് അവിടെ എന്ത് സ്ഥാനം? മന്ത്രിസഭ പിരിച്ചുവിട്ടാൽ പിന്നെ അവിടെ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ എന്ത് സ്ഥാനം, അല്ലെ? ഡിസോൾവ് ചെയ്തു. അപ്പൊ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അധികാരികൾ ഇല്ലാതാവുന്നത് പോലെ ഇവിടെയും പ്രപഞ്ചം ഡിസോൾവ്ഡ് ആയി കഴിയുമ്പോൾ അതിന്റെ പാലനകർത്താവായിട്ടുള്ള ഹരിഹി വിരതിം ആപ്നോതി, വിരാമത്തെ പ്രാപിക്കുന്നു. അദ്ദേഹവും എവിടെ പോയി എന്നറിയില്ല. എന്ന് വെച്ചാൽ വന്നിടത്തേക്ക് പോയി. എവിടുന്നാ വന്നത്? സദാശിവനിലൂടെ വന്നു, ദേവിയിൽ നിന്ന്. അപ്പൊ അവിടേക്ക് തന്നെ, വന്നിടത്തേക്ക് തന്നെ മടങ്ങി എന്നർത്ഥം. വിനാശം കീനാശോ ഭജതി. ഇവിടെ കീനാശൻ എന്നുള്ളത് യമന്റെ പര്യായമാണ്, കീനാശൻ. അപ്പൊ യമൻ എന്ത് ചെയ്യണു? വിനാശം ഭജതി, അദ്ദേഹവും വിനാശത്തെ പ്രാപിക്കുന്നു. അപ്പൊ സാധാരണ ചെറിയ ഇടവേളയിലുള്ളതായിട്ടുള്ള നാശങ്ങൾക്കാണ് യമനെ ഉപയോഗിക്കുന്നത്, അല്ലെ? സംഹാരത്തിന്റെ ഒരു ചെറിയൊരു പങ്ക് യമൻ വഹിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ യമനെയും സംഹരിക്കുന്നതാണ് മഹാസംഹാരം, മഹാപ്രളയം. അപ്പൊ മഹാപ്രളയത്തിലെ യമൻ പോലും മടങ്ങിപ്പോകുന്നു, അദ്ദേഹവും നാശത്തെ പ്രാപിക്കുന്നു. വിനാശം കീനാശോ ഭജതി. ധനതോ യാതി നിധനം. ധനതൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ധനത്തെ ദാനം ചെയ്യുന്നവൻ കുബേരൻ. ധനത്തിന്റെ അധിപതിയായിട്ടുള്ള അഷ്ടദിക്പാലകന്മാരിൽ ഒരാളാണ്. ഉത്തര ദിക്കിന്റെ വടക്ക് ദിക്കിന്റെ അധിപതിയും ധനാധിപതിയുമാണ് ഈ ധനതൻ കുബേരൻ. അദ്ദേഹം നിധനം യാതി എന്ന് പറഞ്ഞാൽ മരണം പ്രാപിക്കുന്നു എന്നർത്ഥം. നിധനം എന്നുള്ളതിന് രണ്ടർത്ഥം. ഒന്ന് മരണം, ഒന്നും ധനമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കുന്നു. അപ്പൊ ധനം ഇല്ലാതായാൽ പിന്നെ ആള് പാപ്പരായാൽ ആളില്ലാതായി തന്നെ പറയുക, അല്ലേ? നമ്മളിപ്പോ ആളുടെ ധനമൊക്കെ നശിച്ചു കഴിഞ്ഞാൽ തന്നെ ആള് ശരീരം ബാക്കി ഉണ്ടാവും, എന്നാലും നമ്മൾ പറയാം അയ്യോ അവൻ നശിച്ചു കേട്ടോ, അവന്റെ പണി കഴിഞ്ഞു കേട്ടോ എന്ന് പറയാറുണ്ട് നമ്മൾ, അല്ലേ? അപ്പൊ നമ്മൾ ചോദിക്കുക അല്ല അവൻ മരിച്ചുവോ? അല്ല, മരിച്ചിട്ടില്ല, ആള് ബാക്കിയുണ്ട്, എല്ലാം പോയി അവന്റെ. അപ്പൊ ആ പോയതിന് നശിച്ചു, നഷ്ടമായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ ഇവിടെ ഈ ധനപതിയായിരിക്കുന്ന കുബേരന്റെ ധനമെല്ലാം പോയപ്പോൾ
അദ്ദേഹം തന്നെ അഡ്രസ് ഇല്ലാതായി, നിധനം യാതി, നിധനത്തെ പ്രാപിച്ചു. പിന്നെയോ വിതന്ത്രി മാഹേന്ദ്രീ വിതതിരപി, മാഹേന്ദ്രീ വിതതിഹി, വിതന്ത്രി അവരെങ്ങനെയുള്ളവരാണ്? സാധാരണ രീതിയിൽ വിതന്ത്രികളാണ് എന്ന് പറഞ്ഞാൽ തന്ത്രയില്ലാത്തവർ. തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യമില്ലാത്തവർ, നിദ്രയില്ലാത്തവർ, എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുന്നവർ. ആര്? മാഹേന്ദ്രീ വിതതി എന്ന് പറഞ്ഞാല് മഹേന്ദ്രന്റെ സംഘം. വിതതി എന്ന് പറഞ്ഞാൽ നിരാകൂട്ടം, സമൂഹം എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ മഹേന്ദ്രന്റെ കൂട്ടം എന്ന് പറഞ്ഞാല് ഇന്ദ്രനും ഇന്ദ്രന്റെ സഹായികളും എടുക്കുക അവിടെ. അപ്പൊ ഇന്ദ്രന് അഷ്ടദിക്പാലകന്മാരായിട്ട് ഇപ്പൊ യമനെയും കുബേരനെയും മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയുണ്ട് വായു, അഗ്നി, വരുണൻ, അല്ലെ, നിരുതി, സൂര്യൻ, ചന്ദ്രൻ മുതലായിട്ടുള്ള ദേവന്മാരൊക്കെ ഉണ്ട്. അശ്വിനി ദേവന്മാര്, മരുത്തുക്കള്, ഇതൊക്കെ ഇന്ദ്രന്റെ പിന്നാലെയുള്ളതായിട്ടുള്ള അനേക അഷ്ടവസുക്കള്, ഇതൊക്കെ ദേവന്മാരാണ്. അപ്പൊ ആ വിതതി എന്നുള്ളത് കൊണ്ട് ഇന്ദ്രനെ സംബന്ധിച്ച ഉദ്യോഗസ്ഥ എന്ന് വെച്ചാൽ മന്ത്രിസഭയുടെ ആവശ്യമില്ല, കലഞ്ഞു. അപ്പൊ പിന്നെ അവരെല്ലാം പദവി ഇല്ലാത്തവരായി തീർന്നു, അഡ്രസ് ഇല്ലാത്തവരായി തീർന്നു. മഹേന്ദ്രീ വിതതി. അപ്പൊ നല്ലോണം ഓടി നടന്നിരുന്നവരാണ്, പണിയെടുത്തിരുന്നവരാണ് എന്ന് വെച്ചാൽ വേദത്തിൽ പറയും ഭീഷാസ്മാത് വാദഃ പവതേ ഭീഷോദേതി സൂര്യഃ ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. യജുർവേദത്തിലെ തൈത്തിരീയ ഉപനിഷത്തിൽ പറയണ ഭീഷാസ്മാത് വാദഃ പവതേ, അതിനെ ഭയന്ന് അല്ലെങ്കിൽ അവനെ ഭയന്ന് കാറ്റ് വീശുന്നു. ഭീഷോദേതി സൂര്യഃ, അതിനെ ഭയന്നുകൊണ്ട് സൂര്യൻ ഉദിക്കുന്നു. ഭീഷാസ്മാദ് അഗ്നിശ്ച ഇന്ദ്രശ്ച, അതിൽ നിന്നുള്ള ഭയം കൊണ്ട് അഗ്നിയും ഇന്ദ്രനും അവരുടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. മൃത്യുർധാവതി പഞ്ചമ ഇതി, അഞ്ചാമനായ മൃത്യു കാലൻ ഓടി നടന്ന് പണിയെടുക്കുന്നു. അപ്പൊ ആരും ഉറക്കമില്ലാതെ 24 hours 365 days അവരുടെ ആയുസ് പര്യന്തം ഓടി നടന്ന് പണിയെടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവര് വിതന്ത്രി എന്ന് പറഞ്ഞാൽ തന്ത്ര ഇല്ലാത്തവർ. തന്ത്ര എന്ന് പറഞ്ഞാൽ ആലസ്യം, നിദ്ര എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ മടിയില്ലാതെ, കാരണം പിന്നാലെ ഒരാളെ ചാട്ടവാറും പിടിച്ച് നടക്കുന്ന പോലെ പേടിയുണ്ട് അവർക്ക്. ആരാ പിന്നാലെ? ഇവിടെ ദേവിയാണ്. ആ ത്രിപുരസുന്ദരിയിൽ നിന്നുള്ള ഭയം കൊണ്ട് ഓടി നടന്ന് പണിയെടുത്തിരുന്ന ഈ ദേവന്മാരൊക്കെ എന്താവുന്നു? വിതന്ത്രി മാഹേന്ദ്രീ വിതതിരപി സമ്മീലിത ദൃശാഹ ഭവന്തി എന്നർത്ഥം. അവിടെ ഭവന്തി എന്ന് കൂട്ടിയിട്ടില്ല, നമ്മൾ കൂട്ടണം. സമ്മീലിത ദൃശാഹ എന്ന് പറഞ്ഞാലോ സമ്യക്കായി മീലിത ദൃശാഹ, ഇതുവരെ തന്ത്രയില്ലാതെ കണ്ണടയ്ക്കാതിരുന്നവർ ഇപ്പൊ കണ്ണടച്ചവരായി എന്ന് പറഞ്ഞാലോ അവരൊക്കെ റിട്ടയർ ചെയ്തു എന്നർത്ഥം. ദേവന്മാർക്ക് മറ്റൊരു പര്യായമുണ്ട്, അനിമേഷന്മാരെന്ന്. ഇംഗ്ലീഷിലുള്ള അനിമേഷൻ അല്ല, സംസ്കൃതത്തിലുള്ള അനിമേഷന്മാര്. നിമേഷം എന്ന് പറഞ്ഞാൽ കണ്ണടയ്ക്കുക, അനിമേഷന്മാരെന്നാൽ കണ്ണടയ്ക്കാത്തവർ. അപ്പൊ ദേവന്മാരെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന്, മനുഷ്യന്മാരിൽ നിന്ന് തിരിച്ചറിയാൻ അവർ എങ്ങനെയൊക്കെ വേഷം മാറി നിന്നാലും നമ്മൾ നല്ലോണം അവരുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നാൽ മതി. അപ്പൊ അടുത്ത് വല്ല മനുഷ്യന്മാരുണ്ടെങ്കിൽ അവരുടെയൊക്കെ കണ്ണടയും, ഇവരുടെ കണ്ണ് അടയില്ല. നമ്മുടെ നളചരിതം കഥയില് ദമയന്തിയെ വിവാഹം കഴിക്കാൻ അഗ്നി, ഇന്ദ്രൻ, വരുണൻ മുതലായിട്ടുള്ള ദേവന്മാര് മോഹിച്ചു വന്ന് നളന്റെ വേഷം കെട്ടി 4 നളന്മാരിങ്ങനെ നരന്നു നിൽക്കുക. 3 പേര് ദേവന്മാരാണ്, ഒരാള് നളനും, യഥാർത്ഥ നളനും. അപ്പം 4 പേരും നിരന്നു നിന്നപ്പോ ഈ ദമയന്തി സ്വയംവരമാലയുമായിട്ട് ചെല്ലുമ്പോൾ തിരിച്ചറിയുന്നില്ല. അപ്പൊ ദേവന്മാരോട് തന്നെ പ്രാർത്ഥിച്ചു, നിങ്ങൾ തന്നെ നിങ്ങളെ എനിക്ക് കാണിച്ചു തരണേ എന്ന് വെച്ചാൽ അപ്പൊ ബുദ്ധി കൊടുത്തു ദേവന്മാരാർക്ക്? ദമയന്തിക്ക്. അവിടെ നളൻ കണ്ണടയ്ക്കണു, ഒറിജിനൽ നളൻ. മറ്റ് 3 ആള് കണ്ണടയാതെ നിൽക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധി തോന്നി, ആ കണ്ണടയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒറിജിനൽ നളനായിരിക്കും. അതുപോലെ ദേവന്മാരുടെ കഴുത്തിൽ മാലയുള്ളത് വാടില്ല, അമരന്മാരാണ്, അമൃത് ഭക്ഷിച്ചിട്ടുള്ളവരാണ്. നളന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ചെറുതായിട്ട് വാടിയിരുന്നു. ദേവന്മാരുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം വരില്ല, എന്നും സുഗന്ധം മാത്രമേ വരുള്ളൂ. നളന്റെ ശരീരത്തിൽ നിന്ന് വേർപ്പിന്റെ ചെറിയൊരു ഗന്ധം വന്നു, മനുഷ്യന്റെ ഗന്ധം. ഇതൊക്കെ വെച്ച് ഐഡന്റിഫൈ ചെയ്തു ആര്? ദമയന്തി. ബുദ്ധിമതിയായിരുന്നു. ദേവന്മാരോട് പ്രാർത്ഥിച്ചപ്പോൾ ദേവന്മാര് ആ ഒരു ബുദ്ധി കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെയാണ് ദേവന്മാര് നേരിട്ട് അനുഗ്രഹിക്കുകയല്ല, ബുദ്ധി തന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്യാന്ന് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട്. അപ്പോ
ദേവന്മാരുടെ ലക്ഷണമാണ് ആഗ്നിമേഷന്മാര്, കണ്ണടയ്ക്കാത്തവർ. അവരിവിടെ ഉന്മീലിത സമ്മീലിത ദൃശാഹ, നന്നായി കണ്ണടച്ചവരായി എന്ന് പറഞ്ഞാലോ, അവരൊക്കെ മരണം വരിച്ചു, അല്ലെങ്കിൽ കാലയവനികയ്ക്കുള്ളിൽ പ്രളയകാലത്ത് അദൃശ്യരായി തീർന്നു. ഇപ്പൊ ആകെ ശേഷിക്കുന്നത് അസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ എന്ന് പറഞ്ഞു. അസ്മിൻ മഹാസംഹാരേ, ഈ മഹാസംഹാരകാലത്തും അസൗ ത്വൽപതി വിഹരതി, ഹേ സതി, ദേവിയെ സംബോധന ചെയ്താണ് സതി എന്ന്. അല്ലയോ സതി, സതി എന്നതിന്റെ, സതി എന്നുള്ളതിന്റെ സംബോധന സതി ഹ്രസ്വം. അപ്പൊ സതി എന്ന് പറഞ്ഞാലോ പതിവ്രതാ ദേവി എന്നർത്ഥം. അപ്പൊ പതിവ്രതയായ ദേവി ആ അമ്മയുടെ പാതിവ്രത്യത്തിന്റെ ശക്തി കൊണ്ട് അസൗ ത്വൽപതി വിഹരതി, അമ്മയുടെ ഭർത്താവിന് മാത്രം യാതൊരു ഹാനിയുമില്ല, മരണമില്ല. കാരണം അമ്മയുടെ സൗമംഗല്യത്തിന്റെ മഹത്വം, അമ്മയുടെ പാതിവ്രത്യത്തിന്റെ മഹത്വം, ചാരിത്രത്തിന്റെ മഹത്വം. അതുകൊണ്ട് സതി എന്ന് പ്രത്യേകമായിട്ട് വിളിച്ചത്. അപ്പൊ ചാരിത്രം കൊണ്ട് ദേവി തന്റെ ഭർത്താവിനെ രക്ഷിക്കുന്നു. അപ്പോൾ ഭർത്താവിനോടുള്ള ദേവിയുടെ ആ കമ്മിറ്റ്മെന്റ് എത്രയാണ്, ആ കമ്മിറ്റ്മെന്റ് പാതിവ്രത്യം. അതുകൊണ്ട് ശിവന്റെ ആയുസ് പ്രളയകാലത്തും ശേഷിക്കുന്നു. ഇതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു ശ്ലോകം ഇനി 28ാമത്തെ ശ്ലോകത്തിൽ വരും. അതിന്റെ ഇടയിൽ 27ാമത്തെ ശ്ലോകം വേറൊരു ആശയം കടന്നു വരുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് 28 കാണുമ്പോൾ ഇതിന്റെ തുടർച്ച കാണാം നമുക്ക്. അപ്പൊ ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വിരിഞ്ചിഃ പഞ്ചത്വം വ്രജതി ഹരിരാപ്നോതി വിരതിം, വിനാശം കീനാശോ ഭജതി ധനതോ യാതി നിധനം, വിതന്ത്രീ മാഹേന്ദ്രീ വിതതിരഭി സമ്മീലിത ദൃശാ, മഹാസംഹാരേസ്മിൻ വിഹരതി സതി ത്വൽപതിരസൗ. 27ാമത്തെ ശ്ലോകം. ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചനാ, ഗതിഃ പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധിഃ, പ്രണാമഃ സംവേശഃ സുഖമഖിലമാത്മാർപ്പണദൃശാ, സപര്യാപര്യായഃ തവ ഭവതു യന്മേ വിലസിതം. ഇതൊരു മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. മറ്റ് ദേവന്മാരെയും ആരാധിക്കുന്ന ഇതേ സമാനമായിട്ടുള്ള മന്ത്രങ്ങൾ ഉണ്ട്. നമ്മളിപ്പോ വിഷ്ണുവിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാവരും ചൊല്ലാറുണ്ട്, കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. പ്രാർത്ഥനയാണ് അല്ലേ? ഞാന് എന്റെ കായം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ, കായേന വാചാ മനസ, എന്റെ കരണങ്ങളെ കൊണ്ടൊക്കെ എന്റെ സ്വഭാവത്തിനനുസരിച്ച്, എന്റെ പ്രകൃതിക്കനുസരിച്ച് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ നാരായണായേതി സമർപ്പയാമി, ഭഗവാൻ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ സമർപ്പിക്കുന്നു. അപ്പൊ എന്റെ കരണങ്ങളെ കൊണ്ടുള്ള സർവ കർമ്മങ്ങളും ഞാൻ ഈശ്വര ആരാധനയായി സങ്കല്പിച്ച് ഭഗവാൻ പ്രസാദിക്കട്ടെ എന്ന് സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കർമ്മയോഗത്തിന്റെ അല്ലെങ്കിൽ ഭാഗവത ധർമ്മത്തിന്റെ ഒരു ശ്ലോകമാണത്. അതുപോലെ ശിവപരമായിട്ടുള്ള ശ്ലോകമുണ്ട്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം. അവിടെ അപരാധ ക്ഷമാപണമായിട്ട് വേറൊരു ശ്ലോകമുണ്ട്. ആത്മാത്വം ഗിരിജാമതി സഹജരാ പ്രാണാ ശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരഃ പദയോ പ്രദക്ഷിണ വിധി സ്തോത്രാണി സർവാഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഇത് ശിവമാനസ പൂജ എന്ന് പറഞ്ഞ് ഇതേ ശങ്കരാചാര്യ രചിച്ച, അതില് നമ്മൾ ചൊല്ലി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ 8 മണിക്ക് ചൊല്ലുന്നതിൽ ചൊല്ലി 2-3 ദിവസം മുമ്പ് ശിവമാനസ പൂജ തിങ്കളാഴ്ച രാവിലെ. അപ്പൊ അതിലുള്ള ഒരു ശ്ലോകമാണ്, യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവ ആരാധനം. ഞാൻ ഏതേത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ
അതെല്ലാം ഹേ ശംഭോ അങ്ങേക്കുള്ള ആരാധനയായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എണ്ണി 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 പറയുന്നുണ്ട് ഓരോ കാര്യങ്ങളും. അത് നമുക്ക് ആ ശ്ലോകം കാണുമ്പോൾ അവിടെ പറയാം. അപ്പൊ അത് സമാനമായിട്ടൊന്നാണ് ദേവിയെ സംബന്ധിച്ച് സ്തുതിക്കുന്നത്. അപ്പൊ ഇത് സാധാരണ കാണാതെ പഠിച്ച് എപ്പോഴും ചൊല്ലാവുന്നതാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും, നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, ഏത് പൂജകൾ കഴിഞ്ഞാലും, ഏത് സ്തോത്രങ്ങൾ കഴിഞ്ഞാലും, സന്ധ്യാനാമാദികൾ കഴിഞ്ഞാലും, അതുപോലെ നാമജപാദികളൊക്കെ കഴിഞ്ഞാലും ഒക്കെ ചൊല്ലാവുന്നതായിട്ടൊരു ശ്ലോകമാണ്. രാത്രി കിടക്കാൻ നേരത്ത് പോകുമ്പോൾ കിടന്നുകൊണ്ട് ചൊല്ലാവുന്നതാണ്. എന്താണത് പ്രാർത്ഥിച്ചത്? ജപോ ജൽപശില്പം സകലമപി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യക്രമണമശനാദ്യാഹുതിവിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണദൃശ സപര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. യത് മേ വിലസിതം തവ സപര്യാപര്യായ ഭവതു. അവസാനത്തെ വരി അതാണ് അതിന്റെ സാരം. യത് മേ വിലസിതം, എന്റെ എന്തെല്ലാം വിലാസങ്ങളുണ്ടോ. വിലാസം എന്ന് പറഞ്ഞാല് എന്റെ വ്യവഹാരങ്ങളൊക്കെ, എന്റെ പ്രവൃത്തികളൊക്കെ എന്നൊക്കെ അർത്ഥം. എന്റെ ചേഷ്ടകളൊക്കെ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എന്റെ കൈകാലുകളെ കൊണ്ട്, എന്റെ മറ്റിന്ദ്രിയങ്ങളെ കൊണ്ട്, കരണങ്ങളെ കൊണ്ട്, അന്ധകരണം കൊണ്ട് ഒക്കെ ഞാൻ എന്തു ചെയ്യുന്നുവോ, യത് മേ വിലസിതം തത് തവ സപര്യാപര്യായ ഭവതു. അതെല്ലാം അമ്മയുടെ സപര്യക്കുള്ള പര്യായമായി ഭവിക്കട്ടെ. പര്യായം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നർത്ഥമുണ്ട്, അല്ലേ? പര്യായ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പദം ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു പദം വെക്കാം അതിന് പകരമായിട്ട്. അപ്പൊ മേ യു സബ്സ്റ്റിറ്റ്യൂട്ട് മൈ ആക്ഷൻസ് ആസ് യുവർ പൂജ. വാട്ട് എവർ ഐ ആം ഡൂയിങ് വിത്ത് ഓൾ മൈ ഓർഗൻസ്, എന്റെ ഏതൊക്കെ കരണങ്ങളെ കൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ, യു ടേക്ക് ഇറ്റ് ആസ് യുവർ പൂജ. ബിക്കോസ് ഐ കനോട്ട് ഡു യുവർ പൂജ പ്രോപ്പർലി. ഞാൻ പെർമനന്റ് ആയിട്ട് ഇരുന്നു കൊണ്ട് അമ്മയ്ക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പൂജയൊന്നും ചെയ്യാൻ എനിക്ക് അറിയൂല്ല, അതിനുള്ള സാഹചര്യവും ഇല്ല, വാസനയും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ചെയ്യുന്നതൊക്കെ അമ്മയ്ക്കുള്ള പൂജയായിട്ട് എടുത്തോ എന്നാ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് 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 അവസാനം നമ്മൾ ചെയ്യുന്നതൊക്കെ പൂജയായിട്ട് മാറും. അങ്ങനെ മാറണം. അപ്പൊ ദേവിക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പൂജാമുറിയിലിരുന്ന് ദേവീ വിഗ്രഹത്തിലോ ശ്രീ ചക്രത്തിലോ പത്മത്തിലോ വിളക്കിലോ അതുപോലെയുള്ള പൂജകളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ചെയ്യുന്നതൊക്കെ ദേവീ പൂജയാക്കി മാറ്റാം. അതിന് ഈ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിൽ ഉണ്ടായാൽ മതി. എന്ന് വെച്ചാലോ, ഞാൻ ചെയ്യുന്നതൊക്കെ ദേവിക്ക് പ്രീതികരമാവണം. പ്രീതികരമാക്കുന്നതാണ് പൂജ. പൂജ കൊണ്ടൊരാള് തീർച്ചയായിട്ടും സമ്മാനിക്കപ്പെടണം, അപ്പൊ സന്തോഷിക്കപ്പെടണം, അല്ലെ? നമ്മൾ ആരെ ബഹുമാനിക്കുമ്പോഴും അവർക്ക് വേണ്ടി ഇപ്പൊ നമ്മൾ വീട്ടിൽ വരുന്ന അതിഥികളെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞൊരു പീഠത്തിൽ ഇരുത്തിയിട്ട് അവരുടെ കാല് കഴുകി പിന്നെ നമ്മൾ പുഷ്പങ്ങളെ കൊണ്ട് പൂജിക്കുക, ധൂപദീപാദികൾ കാണിക്കുക, അല്ല അതിഥി പൂജ. അതിഥി പൂജ എന്ന് പറയുമ്പോൾ അതിഥി വരുമ്പോൾ തന്നെ സ്വാഗതം ചെയ്ത് അവരെ എതിരേറ്റ് ചെന്ന് വരവേറ്റ് അവരെ കാല് കഴുകിച്ച് അവരെ ഗൃഹത്തിൽ വന്ന് നല്ലൊരു ആസനം കൊടുത്തിരുത്തി അവർക്ക് കുടിക്കാനുള്ളതായിട്ടുള്ള ശീതള പാനീയങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ഫാനൊക്കെ ഇട്ട് കൊടുത്ത് AC ഒക്കെ ഇട്ട് കൊടുത്ത് അല്ലെങ്കിൽ വീശിക്കൊടുത്ത് അവരോട് കുശല പ്രശ്നങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വേഗം ഭക്ഷണം കഴിക്കാൻ പറയുക. ഇനി കുളിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കാൻ പറയുക. അത് കഴിഞ്ഞ് കിടക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം. എന്തൊക്കെ ഉപചാരങ്ങൾ ചെയ്യണോ അതൊക്കെയാണ് അതിഥി പൂജ. അപ്പോ അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഒക്കെ പൂജയാക്കി മാറ്റാം. എന്ന് വെച്ചാൽ നമ്മൾ ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാവുക, ഞാൻ ചെയ്യുന്ന ഈ കർമ്മം കൊണ്ട് പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഈശ്വരി ജഗദീശ്വരി പ്രസാദിക്കട്ടെ എന്ന്. അതാണ് പൂജയുടെ ഒക്കെ തത്വം. നമ്മൾ പൂജയൊക്കെ ശരിക്കും ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പൂജ ചെയ്യുന്നത്. പൂജ പഠിച്ച് പൂജ ചെയ്യുമ്പോൾ ആ പൂജ ഓരോരോ എന്താ പറയുക, നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലാബറട്ടറികളിൽ പ്രാക്ടിക്കൽ ചെയ്തു. ആ ലാബറട്ടറികളിൽ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്തതുപോലെയാണ് ഈ പൂജ.
അത് കഴിഞ്ഞ് ഈ പ്രാക്ടിക്കൽ പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതാത് രംഗത്തേക്ക് അത് പ്രായോഗികമാക്കണം, പ്രവൃത്തിയിൽ കൊണ്ടുവരണം ആ അറിവ്, അല്ലേ? അവിടെ പഠിച്ച അറിവ് നമ്മുടെ ഉള്ളിൽ നമ്മളെ അനുഗ്രഹിക്കുന്നു, അത് നമ്മുടെ കരചരണങ്ങളിലൂടെ നമ്മുടെ പ്രവൃത്തികളിലൊക്കെ അത് കാണുന്നു. അതുപോലെയാണ് പൂജാമുറിയിൽ ചെയ്ത നമ്മുടെ പ്രാക്ടിക്കൽ ടെസ്റ്റുകളൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തണം. അവിടെ ദേവിയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തുവോ അതുപോലെ നമ്മുടെ പ്രവൃത്തികളൊക്കെ ദേവിക്ക് പ്രസാദാത്മകമായി തീരണം. എന്ന് പറഞ്ഞാലോ നല്ലതേ ചെയ്യാവൂ എന്നാവും. കാരണം ചുറ്റും കാണുന്നതൊക്കെ ദേവിയുടെ വിഭൂതികളാണ്. അപ്പൊ നമ്മൾ ആരോട് ഇടപെടുന്നുവോ, എന്ത് വ്യവഹാരം ചെയ്യുന്നുവോ, പ്രകൃതിയിലുള്ള സസ്യലതാദികളാകട്ടെ, അല്ലെ, പക്ഷിമൃഗാദികളാവട്ടെ, മനുഷ്യരാവട്ടെ, ചുറ്റുപാടുള്ള നദികളാവട്ടെ, മലകളാവട്ടെ, ഒക്കെ ദേവിയുടെ പ്രത്യക്ഷ രൂപമാണ്. അപ്പൊ അതിനോടൊക്കെ ഉള്ളതായിട്ടുള്ള നമ്മുടെ ഇടപെടലുകൾ എന്താവും? അതിന് നശീകരണം ഉണ്ടാക്കുന്ന, അവയെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യില്ല. കാരണം ഇതൊക്കെ പ്രത്യക്ഷ ദേവിയാണെങ്കിൽ ആ ദേവി പ്രസാദിക്കട്ടെ, വൃക്ഷരൂപിണിയായിരിക്കുന്ന ദേവി പ്രസാദിക്കട്ടെ, അല്ലെങ്കിൽ ജന്തുരൂപിണിയായിരിക്കുന്ന ദേവി പ്രസാദിക്കട്ടെ, നദീരൂപിണിയായിരിക്കുന്ന ദേവി പ്രസാദിക്കട്ടെ, അന്തരീക്ഷ രൂപിണിയായിരിക്കുന്ന ദേവി പ്രസാദിക്കട്ടെ, എന്റെ മുമ്പിൽ വരുന്ന അതിഥി രൂപിണിയായിരിക്കുന്ന ദേവി പ്രസാദിക്കട്ടെ എന്നുള്ളൊരു ഭാവന നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും വരും. അപ്പൊ എന്താവും? നമ്മള് ഈ ലോകത്തില് ഒരു തരത്തിലുള്ള ഹിംസയും ആർക്കും വേദനിക്കുന്ന ഒരു പ്രവൃത്തിയും ചെയ്യുകയില്ല. അതാണ് ശരിക്കും ഈ പൂജയുടെയൊക്കെ ലക്ഷ്യം. എല്ലാ പൂജകളും നമ്മൾ അഭ്യസിച്ച് ഇവിടേക്ക് എത്തണം. അല്ലെങ്കിൽ നമ്മളിപ്പോഴും LKG തന്നെ നന്നായിട്ട് പൂജ ചെയ്യാൻ അറിയാം ഒരാൾക്ക്, പക്ഷെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി അയാളുടെ വായിൽ വരുന്നതും അയാളുടെ പ്രവൃത്തികളും എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണെങ്കിൽ അയാൾ എത്ര കാലം പൂജ ചെയ്തിട്ടും അയാൾ ഒരു അടി മുന്നോട്ട് പോയിട്ടില്ല എന്നർത്ഥം. അപ്പൊ പൂജാമുറിയിൽ മാത്രം പോരാ പൂജ, ജീവിതമേ ഒരു പൂജയാക്കി മാറ്റണം. അതാണ് നമ്മുടെ ഈ ശ്ലോകങ്ങളുടെയൊക്കെ താല്പര്യം. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവാന്നാവട്ടെ, അല്ലെങ്കിൽ കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം എന്നുള്ള ശ്ലോകങ്ങളാവട്ടെ, ആത്മാത്വം ഗിരിജാമതി സഹചരാ പ്രാണ ശരീരം ഗൃഹം എന്നൊക്കെയുള്ള ശ്ലോകങ്ങളാവട്ടെ, ഇപ്പൊ ചൊല്ലിയ ഈ ജപോ ജൽപ ശില്പം സകലമഭി മുദ്ര വിരചന ഈ ശ്ലോകമാകട്ടെ, എല്ലാറ്റിൻ്റെയും താല്പര്യം നമ്മുടെ പ്രവൃത്തികൾ തന്നെ പൂജ പോലെ ആവണം. പൂജ എന്ന് പറഞ്ഞാൽ നല്ലത് ചെയ്യുക എന്നാണ്. പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതും പാപത്തെ ക്ഷയിപ്പിക്കുന്നതുമായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ പൂജയാണ്. നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകളെ ക്ഷയിപ്പിച്ച് നമ്മുടെ ഉള്ളിലെ സൽവാസനകളെ, പുണ്യവാസനകളെ വളർത്തുന്നതായിട്ടുള്ള എല്ലാ പ്രക്രിയകളും പൂജയാണ്. അതിപ്പോ നമ്മൾ വീട്ടിൽ അടിച്ചു വാരുകയാണെങ്കിലും ഒരു പൂജയാണ്, കക്കൂസ് കഴുകുകയാണെങ്കിലും ഒരു പൂജയാണ്, തുണി അലക്കുകയാണെങ്കിലും പൂജയാണ്, പാചകം ചെയ്യുകയാണെങ്കിലും പൂജയാണ്. കാരണം അതിലൊക്കെ നമ്മുടെ മനസ്സിരുത്തിയാൽ മതി, ഞാൻ ഈ പാചകം ചെയ്യുന്നത് ഭഗവതിക്ക് നേദിക്കാനായിട്ടാണ് എന്ന് സങ്കല്പിച്ചാൽ മതി. വീട്ടിലിരിക്കുന്നവർക്ക് കൊടുക്കാൻ തന്നെ ആയിരിക്കും, ഭർത്താവിനും മക്കൾക്കും ഒക്കെ കൊടുക്കാൻ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് കൊടുത്താലും നന്ദിയില്ലാത്ത ആളുകൾക്ക് കൊടുക്കാനായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അവരെയൊന്നും കാണണ്ട, ഞാൻ ഉണ്ടാക്കുന്നത് ഭഗവതിക്ക് നേദിക്കാനാണ് എന്ന് സങ്കല്പിച്ച് അതിനെ നല്ല മനസ്സിരുത്തി ഉണ്ടാക്കി ഭഗവതിക്ക് നേദിക്കുക ആദ്യം, എന്നിട്ട് ഈ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക. അപ്പൊ എന്താവും? നല്ല രുചിയുള്ളതാവും. ആ മനസ്സിന്റെ ഭാവം ഉണ്ടല്ലോ, സൽഭാവം, സ്നേഹഭാവം, ആ ദേവിയോടുള്ള പ്രേമം, അത് ഇവരോടൊക്കെ വന്നു ചേരും. അപ്പൊ ഇത് രുചിക്കുന്ന, ഇത് ഭക്ഷിക്കുന്നതായിട്ടുള്ള ഈ വീട്ടുകാർക്കും അറിയാതെ സ്നേഹം വന്നു പോകും നമ്മളോട്. ഇപ്പൊ എങ്ങനെയൊക്കെ മോശമായിട്ട് പെരുമാറുന്നവരാണെങ്കിലും കാലം കൊണ്ട് അവരുടെ മനസ്സിൽ പരിവർത്തനം ഉണ്ടാവും. തീർച്ചയാണത്. അങ്ങനെ ആയിരുന്നു നമ്മുടെ പൂർവികരായ അമ്മമാരൊക്കെ നമ്മുടെ മക്കളെ വളർത്തിയത്, അവരുടെ ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ചത്. അപ്പൊ അവർക്ക് ആ സ്നേഹം കിട്ടിയിരുന്നു. അതുകൊണ്ട് അവര് 80ാം വിവാഹ വാർഷികവും ഭംഗിയായിട്ട് ആഘോഷിച്ചു, അല്ലെ? ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ പേപ്പറുകളിലൊക്കെ പണ്ട് വിവാഹം കഴിച്ചവരുടെ 60ാം വിവാഹ വാർഷികത്തിന്റെയൊക്കെ ഫോട്ടോ കാണാം. ആൾക്ക്, പുരുഷന് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും, സ്ത്രീക്ക് 80 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം 60ഉം 65ഉം വിവാഹ വാർഷികങ്ങളൊക്കെ അവർ പേപ്പറിൽ അവരുടെ പേരക്കുട്ടികൾ ഇടുക, അല്ലെങ്കിൽ മക്കൾ ഇടുകയാണ്.
ഇത്രയും വിവാഹ വാർഷികം അവർ നന്നായിട്ട് ആഘോഷിക്കുന്നതിന് കാരണം അവർ ഒന്നിച്ച് ജീവിച്ചതിൻ്റെ തത്വം ഇതാണ്. ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികള് 6 മാസം തികച്ചിരിക്കണമെങ്കിൽ അവർക്ക് അവാർഡ് കൊടുക്കുന്ന മാതിരി ആയിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള രാഗദ്വേഷങ്ങളുടെ പ്രബലത, അഹങ്കാരത്തിന്റെ കഠിനത. അപ്പൊ ഇതൊക്കെ പോകണം. ഇത് പോകണമെങ്കിൽ മനസ്സിൽ ഈശ്വര വിചാരം ഉറയ്ക്കണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരൻ പ്രസാദിക്കണം എന്നാവണം. അപ്പൊ കർമ്മയോഗത്തിന്റെ, ഭക്തിയോഗത്തിന്റെ ഒക്കെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു ശ്ലോകമാണ് ഈ 27-ാം ശ്ലോകം. വളരെ മനോഹരം. ജപോ ജൽപഃ, പ്രാർത്ഥിക്കുകയാണ്, എന്റെ വിലസിതങ്ങളെല്ലാം അമ്മയ്ക്കുള്ള പൂജയായി മാറട്ടെ എന്ന് പറഞ്ഞില്ലേ? അതിൽ ആദ്യം പറഞ്ഞു ജപോ ജൽപഃ എന്ന് പറഞ്ഞാല് മമ ജൽപഃ തവ ജപഃ ഭവതു. മമ ജൽപഃ, ജൽപ്പം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാതെ പുലമ്പുന്നതിനെയാണ് ജൽപ്പിക്കുക എന്ന് പറയുക. ഒരർത്ഥമില്ലാതെ എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ, ജൽപ്പനങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്, ആരെയൊക്കെ ചീത്ത വിളിക്കുന്നുണ്ട്, എന്തൊക്കെയോ പുറപുറന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ജൽപ്പിക്കുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്തെക്കുറിച്ച് പറയുന്ന വ്യവഹാര ഭാഷകളൊക്കെ വാസ്തവത്തിൽ അസത്യമാണ്. ഈ ലോകത്തിൽ സത്യമായിട്ട് ഒന്നുമില്ലേ. ആകെ ഈശ്വരൻ മാത്രമാണ് സത്യം. ഈ ലോകത്തിന് സത്യത്വം കൊടുക്കുന്ന പൊരുൾ ഈശ്വരനാണ്. ആ ഈശ്വരനെ നീക്കിയാൽ ഈ ലോകം ശൂന്യം. എങ്ങനെയാണ് ഒരു ആഭരണത്തിൽ നിന്ന് സ്വർണത്തെ നീക്കിയാൽ ആഭരണത്തിനൊരു ഉണ്മയില്ല, അതുപോലെ ഈ പ്രപഞ്ചമാകുന്ന ആഭരണത്തിൽ നിന്ന് ഈശ്വരനാകുന്ന സ്വർണത്തെ നീക്കിയാൽ ഇത് ശൂന്യം. അത് തിരിച്ചറിഞ്ഞാൽ അപ്പൊ ഈശ്വരനെ കുറിച്ച് ഇവിടെ പറയാനുള്ളൂ. ഈശ്വരനെ കുറിച്ച് പറയുന്നത് മാത്രമേ സത്യവാക്കുകളാവുന്നുള്ളൂ, പ്രയോജനമുള്ള വാക്കുകളാവുന്നുള്ളൂ. ബാക്കി ലോകത്തെ കുറിച്ച് പറയുന്നതൊക്കെ മിഥ്യാവചനങ്ങളാണ്, ജൽപ്പങ്ങളാണ്. അപ്പൊ എന്തൊക്കെ പറയുന്നതിനെയും ജൽപ്പത്തിൽ പെടുത്താം. അറിവുള്ളവർക്ക് അതൊക്കെ ജൽപ്പമാണ്. അതുകൊണ്ടാണ് തപസ്വികളായിട്ടുള്ള ആളുകൾ മൗനികളായി മാറുന്നത്. കാരണം സത്യം കുറച്ചേ പറയാനുള്ളൂ. അല്ലെങ്കിൽ ഈശ്വരനെ കുറിച്ച് പറയുന്നത് മാത്രമാണ് സത്യം. അപ്പൊ നാമജപം മാത്രമാണ് സത്യം. അതുകൊണ്ട് മുനികൾ മൗനികളായി തീരുന്നു. കാരണം കൂടുതൽ കൂടുതൽ സംസാരിക്കും തോറും കൂടുതൽ നുണ പറയണം. ഇന്നത്തെ ലോകത്തിലുള്ള ആളുകൾ മുഴുവൻ അനാവശ്യമായി ജൽപ്പിച്ചോണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ വായ തുറക്കുമ്പോ തന്നെ ഈ ശ്ലോകം ഓർമ്മ വരികയാണെങ്കിലോ, എന്റെ എല്ലാ വാക്കുകളും ദേവിക്കുള്ള ജപമായി മാറട്ടെ എന്നുള്ളൊരു സങ്കല്പം ഉണ്ടെങ്കിലോ, അപ്പൊ നല്ലത് മാത്രമേ നമ്മൾ പറയുള്ളൂ. ദേവിക്ക് പ്രീതികരമായുള്ളത് മാത്രമേ പറയുള്ളൂ, സത്യം മാത്രമേ പറയുള്ളൂ. അങ്ങനെയായി തീരും. ജപോ ജൽപഃ മമ ജൽപഃ തവ ജപഃ ഭവതു. ശില്പം സകലമപി മുദ്രാവിരചന. ഇവിടെ ശില്പം എന്ന് പറഞ്ഞാൽ കരകൗശലം, എന്റെ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്നർത്ഥം. ഇവിടെ ശില്പം എന്ന് പറഞ്ഞാൽ കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്നാണ്. അപ്പൊ എന്റെ കൈകൊണ്ട് ചെയ്യുന്ന എല്ലാ ക്രിയകളും തവ മുദ്രാവിരചന ഭവതു എന്ന് പറഞ്ഞാലോ, പൂജയിൽ ചില മുദ്രകളൊക്കെ ഉണ്ടല്ലോ അല്ലെ, ഓരോരോ മുദ്രകളുണ്ട്. ആ മുദ്രകളെ കൊണ്ട് ദേവിയെ സന്തോഷിപ്പിക്കുന്നതായിട്ടുള്ള ആ മുദ്രാവിരചനയായി മാറട്ടെ. ദേവിക്ക് എന്താ പറയുക, അമൃത പാനം കൊടുക്കാനായിക്കൊണ്ട് അമൃതാപിദാനമസി എന്ന് പറഞ്ഞ സുരഭി മുദ്രയെല്ലാം കാണിക്കും. അതുപോലെ പ്രാണായ സ്വാഹ, അപാനായ സ്വാഹ, ഉദാനായ സ്വാഹ, സമാനായ സ്വാഹ എന്നൊക്കെ പറഞ്ഞ് പ്രാണാഹൂതികളുടേതായിട്ടുള്ള മുദ്രകളുണ്ട്. അതുപോലെ ഓരോ കാര്യത്തിനും മുദ്രകളുണ്ട്. ഈ ജലഗന്ധ പുഷ്പ ധൂപ ദീപാദികളൊക്കെ സമർപ്പിച്ചു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ മുദ്രകൾ സമർപ്പിക്കാനുണ്ട്. ഇങ്ങനെ ഓരോ തരത്തിലുള്ളതായിട്ടുള്ള മുദ്രകൾ. മുദ്ര എന്ന വാക്കിന്റെ അർത്ഥം മോദത്തെ നൽകുന്നത്. മുദം രാദീതി മുദ്ര, സന്തോഷത്തെ കൊടുക്കുന്നതാവണം മുദ്രകൾ. ആർക്കും ദുഃഖത്തെ കൊടുക്കുന്ന മുദ്രകൾ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. ആരെയും ഭയപ്പെടുത്തുന്ന മുദ്രകളൊന്നും കാണിക്കരുത്. മുദ്ര എന്ന് പറഞ്ഞാൽ മോദത്തെ നൽകുന്നത്. മുദം രാതി. അങ്ങനെയാണെങ്കിൽ ദേവിക്ക് പ്രീതികരമായി തീരണം നമ്മുടെ മുദ്രകളെല്ലാം. നമ്മുടെ മുമ്പിൽ വരുന്നവർക്ക് പ്രീതികരമാവണം നമ്മുടെ മുദ്രകളെല്ലാം. അപ്പൊ ഞാൻ ചെയ്യുന്ന എൻ്റെ കൈക്രിയകളെല്ലാം, കരകൗശലങ്ങളെല്ലാം അമ്മയ്ക്കുള്ള മുദ്രാവിരചനയായി ഭവിക്കട്ടെ. അമ്മയ്ക്ക് സന്തോഷപ്രദങ്ങളായ മുദ്രകളായി ഭവിക്കട്ടെ. ഗതിപ്രാദക്ഷിണ്യക്രമണം. അടുത്ത പദം ഗതിഹി പ്രാദക്ഷിണ്യക്രമണം.
ഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ സഞ്ചാരം, ഞാൻ എവിടേക്ക് ഗമിക്കുന്നുവോ അതൊക്കെ തവ പ്രാദക്ഷിണ്യക്രമണം അസ്തു. ക്രമിക്കുക എന്ന് പറഞ്ഞാൽ പാദവിക്ഷേപം ചെയ്യുക, നടക്കുക എന്നർത്ഥമാണ്. അക്രമ എന്നുള്ള ധാതുവിൽ നിന്നാണ് വിക്രമം, പരാക്രമം, സംക്രമം, ചംക്രമം, പല ക്രമങ്ങളും ഉണ്ടല്ലോ. ആക്രമം, നിഷ്ക്രമം ഒക്കെ ഉണ്ടായത്. ക്രമധാതു, ക്രമിക്കുക. ക്രമപാദവിക്ഷേപേ, കാലെടുത്ത് വെക്കുമ്പോൾ ക്രമിക്കലായി. അപ്പോ പ്രാദക്ഷിണ്യക്രമണം എന്ന് പറഞ്ഞാലോ പ്രദക്ഷിണ രീതിയിലുള്ളതായിട്ടുള്ള സഞ്ചാരം, ക്രമിക്കൽ. അപ്പൊ ഞാൻ എവിടേക്ക്, ഞാൻ ഇടതുവശത്തേക്ക് പോയാലും അമ്മ അത് പ്രദക്ഷിണമായിട്ട് എടുത്തോളൂ. അപ്പൊ പ്രദക്ഷിണം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകർഷേണ ദക്ഷിണമാക്കി ചെയ്യുക എന്നർത്ഥമാണ്. ദക്ഷിണം എന്നാൽ വലത്. അപ്പൊ നമ്മൾ മലയാളത്തിൽ അത് ശരിക്കും പറയാറ് വലതു വെക്കുക എന്നാണ്. വലം വെക്കുക, വലത്തു വെക്കുക എന്നൊക്കെ അർത്ഥം. എന്താ വലത്ത് വെക്കുക എന്ന് പറഞ്ഞാല് ക്ലോക്ക് വൈസ് ആയിട്ടുള്ള സഞ്ചാരത്തിനാണ് വലത്ത് വെക്കുക എന്ന് പറയുക. മറ്റത് ഇടത്ത് വെക്കലൊക്കെ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ പ്രകൃതിയിലുള്ള സർവ്വ ചലനങ്ങളും ക്ലോക്ക് വൈസ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. പ്രകൃതിയിൽ ഒരു ആറ്റം മുതൽ ബ്രഹ്മാണ്ടങ്ങൾ വരെ എല്ലാ ഗോളങ്ങളും ചലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാറ്റിൻ്റെയും ചലനത്തിന്റെ ഗതി ക്ലോക്ക് വൈസ് ആയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ക്ലോക്ക് വൈസ് ആക്ഷനെയാണ് പ്രദക്ഷിണം എന്ന് പറഞ്ഞത്, വലതു ഭാഗത്താക്കുക. അപ്പൊ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മുടെ വലതു കൈ വലതുവശത്ത്, അത് ഉള്ളിലോട്ട് ദേവനോട് ചേർന്ന് വരും. ദേവന്റെ വിഗ്രഹത്തെ അല്ലെങ്കിൽ ദേവന്റെ ശ്രീകോവിലിനെ പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ വലതുവശം ദേവിയോട് ചേർന്ന്, ആ ക്ഷേത്രത്തോട് ചേർന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതിനെ വലത്ത് വെക്കുക എന്ന് പറയുന്നത്. പ്രദക്ഷിണം ചെയ്യുക, പ്രകർഷേണ ദക്ഷിണമാക്കി ചെയ്യുക. ദക്ഷിണം എന്നാൽ വലത് എന്നാണ് അർത്ഥം. അപ്പൊ അത് പ്രദക്ഷിണം ചെയ്യാൻ പറഞ്ഞാൽ ചിലര് ഇടത്തോട്ട് തിരിയുന്ന ആൾക്കാരുണ്ട്. അത് എന്താണ് ഈ ദക്ഷിണം ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാത്തത് കൊണ്ടാണ് അല്ലെ. ഇപ്പൊ നമ്മൾ ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തടത്ത് ഒരു പൂജ ചെയ്തു എന്ന് വിചാരിക്കുക. അവിടെ എന്താ ചെയ്യുക? അവിടെ ആത്മപ്രദക്ഷിണം ചെയ്യും. അവിടെ നിന്നൊരു റൊട്ടേഷൻ. അവിടെ ചെയ്യാൻ പറഞ്ഞ ചിലരുണ്ട് ഇടത്തോട്ട് തിരിയണം. പ്രദക്ഷിണം വെക്കൂ, ഇടത്തോട്ട് തിരിയുന്ന ആൾക്കാരുണ്ട്. കുട്ടികളും വലിയവരും. അപ്പൊ അത് വലത്തോട്ട് തിരിയണം. കാരണം ഉള്ളിലും നമ്മുടെ ഹൃദയത്തില് ഇവിടെ ഒരു സിംഹാസനത്തില് നമ്മൾ ഈശ്വരനെ സങ്കല്പിച്ചുകൊണ്ടാണ് ആ ഈശ്വരനെ നമ്മുടെ ശരീരം കൊണ്ട് ഒരു പ്രദക്ഷിണം വെക്കുന്നു. അത് ആത്മപ്രദക്ഷിണം എന്ന് പറയും. അപ്പൊ ക്ഷേത്രമൊന്നും ഇല്ലാത്തടത്തും പ്രദക്ഷിണം ചെയ്യാൻ സ്ഥലവും ഇല്ലാത്തടത്തും നമുക്ക് പ്രദക്ഷിണ നമസ്കാരങ്ങൾ ചെയ്യാം. നിന്നവിടെ നിന്ന് ഒറ്റ ഒരു കറക്കം കറങ്ങി അവിടെ ഒരു നമസ്കാരം ചെയ്യാം. ഇപ്പൊ നമസ്കരിക്കാൻ സ്ഥലം, നീളത്തിൽ നമസ്കരിക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മുട്ടുകുത്തി നമസ്കരിക്കാം, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമസ്കരിക്കാം. ഒക്കെ നമുക്കുണ്ട്, സൗകര്യമുണ്ട്. അപ്പൊ പ്രദക്ഷിണ തത്വം, അതിന്റെ ഏറ്റവും വലിയ തത്വം എന്താന്ന് വെച്ചാല് ഒരു മാസ്റ്റർ അല്ലെങ്കിൽ സ്വാമി, യജമാനൻ, പ്രഭു എപ്പോഴും നടക്കുമ്പോൾ ഭൃത്യൻ ഇടതുവശത്ത് നടക്കണം, കാര്യസ്ഥൻ ഇടതുവശത്ത് നടക്കണം. അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം ഇടതുവശത്ത് കൈ നീട്ടിയാൽ ഇദ്ദേഹം വലതു കൈകൊണ്ട് കൊടുക്കാറാവണം. ഭൃത്യൻ എപ്പോഴും വലതു കൈകൊണ്ട് അദ്ദേഹത്തിന് ആവശ്യമുള്ള കാര്യം കൊടുക്കാൻ റെഡി ആയിട്ടിരിക്കണം. അപ്പൊ ഒരു വെറ്റില മുറുക്കുന്ന ഒരാളാണ് ഒരു പ്രഭു, മുമ്പേ നടക്കണം. കാര്യസ്ഥൻ ചെല്ലപ്പെട്ടിയും പിടിച്ച് ഇടതുവശത്ത് നടക്കുമ്പോൾ അദ്ദേഹം എവിടെ രാമാ എന്ന് പറഞ്ഞാൽ ഇടതുവശത്തേക്കാൻ തിരിയാൻ എളുപ്പം. നമുക്ക് വലതുവശത്തേക്ക് തിരിയാൻ ഇത്തിരി പ്രയാസമാണ്, ഇങ്ങനെ തിരിയാൻ. ഇത് എളുപ്പമാണ്. അപ്പൊ കയ്യും ഇടതുവശത്തേക്ക് നീളും. അപ്പൊ വെറ്റില എല്ലാം കൂട്ടി വെച്ചിട്ടുണ്ടാവും, എടുത്ത് കയ്യിൽ കൊടുക്കാം. വലത് കൈ കൊണ്ട് കൊടുക്കണം. അപ്പൊ ഭൃത്യൻ വലത് കൈ കൊണ്ട് സെർവ് ചെയ്യാനായിക്കൊണ്ട് തയ്യാറായിക്കൊണ്ട് യജമാനന്റെ ഇടതുവശം ചേർന്ന് പിന്നാലെ നടക്കണം. ഇതൊരു പ്രോട്ടോകോളാണ് പണ്ടത്തെ. അതുകൊണ്ടാണ് എന്താ പറയുക, വലതുവശത്തിന് പ്രാധാന്യം. ഇപ്പോ ഒരു വേദിയില് 2 പേരിരിക്കുന്ന കസേരയുണ്ട് എങ്കിൽ അതിൽ ശ്രേഷ്ഠനായിട്ടുള്ള ആൾ വലതുവശത്തിരിക്കണം, താഴ്ന്ന ആള്, ഇത്തിരി കുറഞ്ഞ ആള്, പ്രായം കൊണ്ടും അറിവ് കൊണ്ടും കുറഞ്ഞ ആള് ഇടതുവശത്തിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ആർക്കറിയണതൊക്കെ? ആദ്യം കയറിയവൻ ഏറ്റവും നല്ല സീറ്റ് പിടിച്ച് മുമ്പിലിരിക്കുവൻ. അവനേക്കാളും പ്രായമുള്ളവരും അറിവുള്ളവരും വരുമ്പോൾ ഒന്ന് എണീച്ചു കൊടുക്കുകയും കൂടിയില്ല, ഒന്ന് എണീച്ച് നിൽക്കൂല്ല, ഒന്ന് ബഹുമാനിക്കൂല്ല, മൈൻഡ് ചെയ്യുക പോലും ഇല്ല. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ സംസ്കാരം. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇനി 3 ചെയർ ഉണ്ടെങ്കിലോ
നടുവില് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളിരിക്കും. അയാളുടെ വലതുവശത്ത് അയാളേക്കാൾ തൊട്ട് താഴെയുള്ള ആളിരിക്കും. അതിലും വെച്ച് താഴെയുള്ള ആള് ഇടതുവശത്തിരിക്കും. നമ്മുടെ ആന എഴുന്നള്ളപ്പൊക്കെ കണ്ടിട്ടില്ലേ ക്ഷേത്രങ്ങളില്? വലംപറ്റാന, ഇടംപറ്റാന, അതിനൊക്കെ പ്രാധാന്യമുണ്ട്. തിടമ്പ് കിട്ടിയില്ലെങ്കിൽ പിന്നെ പ്രാധാന്യം വലംപറ്റാനയ്ക്കാണ്. വലംപറ്റും കിട്ടിയില്ലെങ്കിൽ, അതിനും യോഗ്യതയില്ലെങ്കിൽ, അതിനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ആനയുണ്ടെങ്കിലേ ഇടംപറ്റിലേക്ക് പോകുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ മത്സരമുണ്ട് ഇതിനൊക്കെ. ആനപ്പാപ്പന്മാരോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരോട് ചോദിച്ചാൽ മതി. അപ്പൊ അതിന് ശ്രേഷ്ഠതയുണ്ട് സ്ഥാനത്തിന്. അപ്പൊ വലത് എന്ന് പറഞ്ഞാൽ സ്വാമിയുടെ സ്ഥാനം, ഈശ്വരന്റെ സ്ഥാനം എന്നാണ് അതിനർത്ഥം. അപ്പൊ വലത് വയ്ക്കുക, പ്രദക്ഷിണം വയ്ക്കുക എന്ന് പറഞ്ഞാലോ എപ്പോഴും ഈശ്വരനെ നമ്മുടെ വലതുഭാഗത്താക്കി നമ്മുടെ സ്വാമിയായി സങ്കല്പിക്കുക. ഞാൻ ഭഗവാന്റെ ഭൃത്യൻ, ഭഗവാൻ എന്റെ സ്വാമി എന്നുള്ള ഭാവം ഉറപ്പിക്കുന്നതാണ് ഈ പ്രദക്ഷിണ തത്വം. അപ്പോ ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിലല്ല പ്രദക്ഷിണം വെക്കണത്, വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ്, വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അപ്പോഴും നമ്മൾ ഈശ്വര കാര്യത്തിനാണ് പോകുന്നത് എന്നുള്ളൊരു വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് പോയാലും പ്രദക്ഷിണമായിട്ട് മാറും. മനസ്സിൽ ഈശ്വരൻ ഉണ്ടായാൽ മതി, ഞാൻ ഈശ്വര കാര്യത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, ഈശ്വര പ്രസാദത്തിന് വേണ്ടിയിട്ടാണ് ഈ കർമ്മം ഞാൻ ചെയ്യുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പോയാൽ അയാൾ എവിടേക്ക് പോയാലും, തെക്കോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും ഒക്കെ പ്രദക്ഷിണമായിട്ട് മാറും. അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്, ഗതിഹി പ്രാദക്ഷിണ്യക്രമണം. ഞാൻ എവിടേക്ക് ഗമിച്ചാലും അത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ പ്രാദക്ഷിണ്യക്രമണമായിട്ട് എടുത്തോളൂ. അപ്പൊ ഇത് സങ്കല്പിച്ച് ഞാൻ എന്താവും, ഞാൻ എവിടേക്ക് പോകുമ്പോഴും ദേവിയെ ചിന്തിച്ചിട്ടേ പോവുള്ളൂ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി പ്രദക്ഷിണമായിട്ട് മാറും. ഞാൻ വട്ടം കറങ്ങേണ്ട ആവശ്യമില്ല, ക്ഷേത്രത്തിൽ തന്നെ ചെന്ന് പ്രദക്ഷിണം വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇടത്തോട്ട് തിരിഞ്ഞ് യാത്ര ചെയ്യാതിരിക്കാം, പക്ഷെ മനസ്സിൽ ദേവി ഉണ്ടെങ്കിൽ അത് പ്രദക്ഷിണമായി. ഈ തത്വം അറിയുന്നവർക്ക് പിന്നെ ക്ഷേത്രത്തിൽ പോകണമെന്നോ പ്രദക്ഷിണം വെക്കണമെന്നോ നിർബന്ധമില്ല എന്ന് പറയാം. അവർ പോകും, അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തപ്പോ ഇത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രദക്ഷിണം വെക്കും. വേറെ തിരക്കുണ്ടെങ്കിലോ ഇടത്തോട്ട് പോകുന്ന പണിയാണെങ്കിലും അത് പ്രദക്ഷിണമായിട്ട് പോകും. ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി. അടുത്തത് പറഞ്ഞു അശനാദി ആഹുതി വിധി. ഞാൻ കഴിക്കുന്ന അശനാദി എന്ന് പറഞ്ഞാലോ, അശനം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക, അശിക്കുക, ഭുജിക്കുക, ഭക്ഷണം കഴിക്കുക. ആദി ശബ്ദം കൊണ്ട് മറ്റിന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നതും എന്നർത്ഥം. കണ്ണുകൊണ്ട് കാണുന്നത്, മൂക്കുകൊണ്ട് മണക്കുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നത്, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ടും അനുഭവിക്കുന്നതൊക്കെ ആദി. ആഹുതി വിധി. ആഹുതി വിധി എന്ന് പറഞ്ഞാലോ, ഭഗവതിക്ക് നമ്മൾ നിവേദ്യം സമർപ്പിക്കുമ്പോൾ ചെയ്യുന്നതാണ് ആഹുതി. എന്താ ആഹുതി? പ്രാണാഹുതി. ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ എന്ന് പറഞ്ഞ് പ്രാണാഹുതിയുടെ മുദ്രകൾ കാണിച്ച് ദേവിക്ക് ഭക്ഷണം നിവേദ്യം സമർപ്പിക്കുന്ന ആഹുതി വിധിയായിട്ട്. അപ്പൊ ദേവിക്കാണ് ഞാൻ ഭക്ഷണം തരുന്നത് എന്ന് കരുതിക്കോളൂ. ഞാൻ കഴിക്കുമ്പോഴും ദേവിക്കുള്ള ആഹുതി വിധിയായി, പ്രാണാഹുതിയായി, നിവേദ്യമായി എടുത്തോളൂ എന്നിങ്ങനെ നിരന്തരം ഭാവന ചെയ്താലോ പിന്നെ ഞാൻ കഴിക്കുന്നതൊക്കെ നല്ലതായി മാറും. കാരണം ഉള്ളിലൊരാളുണ്ട്, ദേവി. ഭഗവാൻ ഗീതയിൽ പറഞ്ഞില്ലേ, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഞാൻ പ്രാണനുള്ളവരുടെയൊക്കെ ഉള്ളില് വൈശ്വാനരാഗ്നിയായി, ജഡരാഗ്നിയായി ഉള്ളിൽ ഇരുന്നു കൊണ്ട് അവർ ഭക്ഷിക്കുന്നതായിട്ടുള്ള 4 പ്രകാരത്തിലുള്ള അന്നത്തെ ഞാനാണ് ദഹിപ്പിക്കുന്നത്. അപ്പോ പുറത്തുള്ള അഗ്നിയേക്കാൾ ദഹനശക്തി കൂടിയ അഗ്നിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള അഗ്നി. കാരണം അതിന് ദഹിപ്പിക്കാൻ സാധിക്കാതെ വിട്ട ബാക്കി ദഹനം നടക്കുന്നത് ഉള്ളിലാണ്. നമ്മൾ അവിടെ 100 ഡിഗ്രിയോ 200 ഡിഗ്രിയിലോ ചൂടാക്കിയതാണ്, പക്ഷെ അതിനേക്കാൾ വലിയ ചൂട് ഇവിടെയുണ്ട്. അപ്പൊ ആ ശക്തി ആരുടെ ശക്തി? അവിടെ ദേവീ ശക്തിയായിട്ട് കരുതുക. നമ്മുടെ ഉള്ളിൽ ജഡരാഗ്നിയായിരിക്കുന്നത് ദേവിയാണ്. അല്ലെ? ദുർഗാസൂക്തം ആരംഭിക്കുന്നതിന് ഓം ജാതവേദസേ സുനവാമ സോമ മരാദീയത എന്നുള്ള ആ ജാതവേദസ് അഗ്നി തന്നെയാണ്. ജാതവേദസ് അഗ്നിസ്വരൂപിണിയായിരിക്കുന്ന ആ ദുർഗാദേവിക്കുള്ള ആഹൂതിയാണ് എൻ്റെ ഈ അശനം, ഈ സമർപ്പണം എന്ന് കരുതിയാലോ നമ്മൾ കഴിക്കുന്നതൊക്കെ നല്ലതായിട്ട് മാറും, നമ്മൾ കാണുന്നതൊക്കെ നല്ലതായി മാറും. അല്ലെ? ദീപാരാധന
ആഹൂതിയാണ് ദേവിക്ക്. ദേവിയുടെ കണ്ണുകൾക്കുള്ള ആഹൂതിയാണ് ദീപാരാധന. ദേവിയുടെ മൂക്കിനുള്ള ആഹൂതിയാണ് ഗന്ധം എന്ന് വെച്ചാൽ ചന്ദനത്തിരിയോ സാമ്പ്രാണിയോ കാണിക്കുന്നത്, അല്ലേ? അതുപോലെ ദേവിയുടെ ത്വക്കിനുള്ള സ്പർശ സമർപ്പണമാണ് ചന്ദനം, കുങ്കുമം മുതലായ ലേപനങ്ങള്. പുഷ്പം ആകാശതത്വമാണ്, അല്ലെങ്കിൽ മണി മുതലായ ശബ്ദങ്ങളൊക്കെ ദേവിയുടെ ചെവിയിൽ കേൾപ്പിക്കുന്നതായിട്ടുള്ള സംഗീതാദി ശബ്ദങ്ങളൊക്കെ ദേവിക്കുള്ള ആഹൂതിയാണ്. അപ്പൊ അതുപോലെ ഞാൻ പാട്ട് കേൾക്കുമ്പോൾ ദേവിക്ക് പ്രീതിയാവണം. ഞാൻ ഗന്ധങ്ങൾ അനുഭവിക്കുമ്പോൾ, രൂപങ്ങൾ കാണുമ്പോൾ, സ്പർശം അനുഭവിക്കുമ്പോൾ എല്ലാം ഇവിടെ ഉള്ളിലൊരു ദേവിയുണ്ട്, എൻ്റെ കുണ്ടലിനി രൂപത്തിലിരിക്കുന്ന ദേവിയായിട്ട് ഞാൻ സങ്കല്പിച്ച് ആ ദേവിക്കുള്ള ആരാധനയായി മാറണം. അപ്പൊ അശനാദി ആഹുതി വിധി, ഞാൻ കഴിക്കുന്നതെല്ലാം ആഹൂതി വിധിയായിട്ട് അമ്മ എടുത്തോളൂ. പ്രണാമ സംവേശ, പ്രണാമ സംവേശ. ഇവിടെ സംവേശം എന്ന് പറഞ്ഞാല് ശയനം. എനിക്ക് ക്ഷീണിച്ച് ഞാൻ എവിടെയെങ്കിലും വീണ് കിടന്ന് ഉറങ്ങുമ്പോ അമ്മയ്ക്കുള്ള പ്രണാമമാണ്, നമസ്കാരമാണെന്ന് കരുതിക്കോളൂ. എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് നമസ്കരിക്കാനൊന്നുള്ള സമയമോ അറിവോ ഒന്നുമില്ല, പരിതസ്ഥിതിയൊന്നുമില്ല. അപ്പൊ ഞാൻ ഓടി നടന്ന് ക്ഷീണിച്ച് അവസാനം എവിടെയെങ്കിലും വീണ് കിടക്കും, ഉറങ്ങും. അത് അമ്മയ്ക്കുള്ള പ്രണാമമായിട്ട് അമ്മ ഇങ്ങോട്ട് കരുതിക്കോളൂ. ഞാൻ നീണ്ടല്ലേ കിടക്കണത്, പ്രണാമമായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞാലോ, വാസ്തവത്തില് പ്രണമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സാഷ്ടാംഗ സമർപ്പണമാണ്, അല്ലെ? എല്ലാ കരണങ്ങളെയും എല്ലാ അവയവങ്ങളെയും ദേവിയുടെ മുമ്പിൽ ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിക്കുന്നതിനാണ് പ്രണാമം എന്ന് പറയുന്നത്. സറണ്ടർ ചെയ്യണം. ഇവിടെയും ഒരു സറണ്ടറൻസ് ഉണ്ട്. ഉറക്കത്തിൽ നമ്മൾ ലോകങ്ങളെ മുഴുവൻ ഉപേക്ഷിച്ച് ആത്മസ്വരൂപത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ആ ആത്മസ്വരൂപം തന്നെയാണ് ദേവി. അപ്പൊ ദേവിയിലേക്ക് ചെന്ന് നമ്മൾ സറണ്ടർ ആവുന്നുണ്ട് ഇവിടെ ഉറക്കത്തില്. അപ്പോ വളരെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങളാണ് ഇവിടെ. അപ്പൊ എന്റെ പ്രണാമം അമ്മ സംവേശമായിട്ട്, എന്റെ സംവേശം പ്രണാമമായിട്ട് എടുത്തോളൂ. അങ്ങനെ സുഖം മേ വിലസിതം, ഞാൻ സുഖകരമായിട്ടുള്ള എന്റെ ഏതെല്ലാം പ്രവൃത്തികളുണ്ട്, എനിക്ക് സുഖത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നുവോ അത് യത് അഖിലം ആത്മാർപ്പണ ദൃശ തവ സപര്യാപര്യായ ഭവതു. അങ്ങനെ എന്റെ എല്ലാ ചേഷ്ടകളും എന്റെ ആത്മാർത്ഥമായിരിക്കുന്ന ആത്മസമർപ്പണ ബുദ്ധിയോടുകൂടി ആത്മാർപ്പണ ദൃശാകൃതമായിരിക്കുന്ന തവ സപര്യാപര്യായ ഭവന്തു, അമ്മയുടെ പൂജയുടെ പര്യായങ്ങളായിട്ട് എന്ന് വെച്ചാൽ അംഗങ്ങളായിട്ട്, സബ്സ്റ്റിറ്റ്യൂട്ടുകളായിട്ട്, അവയവങ്ങളായിട്ടൊക്കെ അമ്മ കരുതിക്കോളൂ. ഓരോന്നായിട്ടും എടുത്തോളൂ. അപ്പൊ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് പൂജിക്കാനായിട്ട് എനിക്ക് അറിയില്ല, അതിനുള്ള സമയമില്ല, എൻ്റെ പ്രാരബ്ധം എന്നെ അനുവദിക്കുന്നില്ല. സോ whatever I am doing, you take it as your പൂജ. ഇതിങ്ങനെ ഭാവന ചെയ്ത് അവസാനം നമ്മൾ ചെയ്യുന്നതൊക്കെ ദേവിക്ക് പ്രീതികരമായിട്ടുള്ള പൂജയായിട്ട് മാറും. അതിനു വേണ്ടിയിട്ടാണ് ഈ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ജപോ ജൽപ ശില്പം സകലമപി മുദ്രാ വിരചന ഗതി പ്രാദക്ഷിണ്യക്രമണം അശനാദ്യാഹുതി വിധി പ്രണാമ സംവേശ സുഖമഖിലമാത്മാർപ്പണ ദൃശാ സപര്യാപര്യായ തവ ഭവതു യന്മേ വിലസിതം. ഹരി ഓം. അപ്പൊ ഇന്നത്തേക്കുള്ള സമയം കഴിഞ്ഞു. ബാക്കി നാളെ തുടർന്ന് കാണാം. ഈ ശ്ലോകങ്ങൾ ഇന്ന് ടെക്സ്റ്റ് ഇടാൻ വിട്ടുപോയി, ഇന്നിപ്പോൾ തന്നെ ഇടാം. നാളേക്കുള്ളതൊക്കെ ചേർത്ത് ഇടാം. ഹരി ഓം. നാളെ 8 മണിക്ക് പാരായണം, 10:30 മണിക്ക് പ്രഭാഷണം തുടരും. ശുഭദിനാശംസകൾ. ഹരി ഓം.